Hello, my dear students. Hello. അപ്പോൾ നമ്മുടെ USSന്റെ ബേസിക് സയൻസിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ 26th എക്സാം അല്ലേ, 26th എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് അമലു മിസ്, വെനീസ മിസ് ആൻഡ് ദെൻ ഐ ആം അനന്തു കൃഷ്ണൻ. സോ അപ്പോൾ ഇവര് കുറച്ച് നേരമായിട്ട് ഐ കാൻ വെയിറ്റ്, നിങ്ങൾ എവിടെയാ തുടങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. സ്റ്റാർട്ട് ക്ലാസ് എന്നൊക്കെയാ പറയുന്നത്. ആരാ പറഞ്ഞ? ഫ്രാൻസിസോ? അവർക്ക് ഇങ്ങനെ വെള്ളം കേൾക്കുക പോലും വേണ്ട, ക്ലാസ് തുടങ്ങുന്നതാണ് അവര് പറയുന്നത് അല്ലേ. നിങ്ങൾ പക്ഷെ നോക്കിക്കോ, 2 ദിവസം കൂടെ നിങ്ങൾ ഇത് മിസ് ചെയ്യും അല്ലേ. 26-ാം തീയതി നമ്മുടെ USSന്റെ എക്സാം ആണ്. സോ അതുവരെ ഉള്ളൂ ഈ ക്ലാസ്. അത് കഴിഞ്ഞാൽ പിന്നെ USS കഴിഞ്ഞു അല്ലേ സാറേ? അതെ, USS കഴിഞ്ഞു. പിന്നെ നിങ്ങള് സ്കൂളിലെ എക്സാമിലേക്ക് ഇങ്ങനെ ടഫായിട്ട് പൊക്കോണ്ടിരിക്കും. അപ്പം പക്ഷെ സ്കൂളിലെ എക്സാമിനും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അല്ല, അതിന് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ അതിന് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിനെ പറ്റി വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആകെ USS മാത്രം മിസ് ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ലൈവ് ക്ലാസ്സുകളായിട്ട് മിസ്സുമാരും സാറുമാരും സദാ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം മക്കളെ ഗുഡ് ഈവനിങ്. എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ ലൈവില് പഠിക്കാൻ വേണ്ടി റെഡിയാണോ? എല്ലാവരും കമന്റ് ചെയ്തു. ശ്രീഹരി സാർ കടക്കൽ തിരുവാതിര അറിയാമോ? പിന്നെ സാർ നന്നായിട്ട് തിരുവാതിര സാറ് തിരുവാതിര മിസ് ഒപ്പന ഞാൻ മാർഗംകളി നമുക്കെല്ലാം അറിയാം. അനന്തു എടാ എന്റെ പേരെങ്കിലും മര്യാദയ്ക്ക് പറയടാ. എന്നെ നാളെ കെടുത്താടാ. ഹലോ സ്റ്റീഫൻ. ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ. ബീന, ടിൻഡു. I am Shabarinath. Okay, Shabarinath. Hi D sir, my name is Ramanunni. Oh, adari Rama Unni na ഞാൻ വായിച്ചേ. Okay, Ramanunni. Very good. അത് പക്ഷേ വന്നേക്കുന്ന അപർണ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് കേട്ടോ. Okay, yes. എല്ലാവർക്കും ഹൈ. സ്റ്റാർട്ട് ടൈം ഗെയിം ഓവർ പ്ലേസ് എന്നൊക്കെ പറയുന്നു. Okay, എന്താ പറഞ്ഞേ? ഇല്ല, മൈ നെയിം ഈസ് മുമ്പേ വായിച്ചത് തന്നെ രാമനുണ്ണി. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ തകർത്ത് വരാൻ പോവുകയാണെന്ന്. അപ്പൊ എന്താണെങ്കിലും ബേസിക് സയൻസ് ആണ്. നമ്മൾ 3 മിസ്സുമാരുണ്ട്. ഓഫ് കോഴ്സ് 3 സബ്ജക്റ്റുകൾ കാണുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, അത് അറിയായിരിക്കും. അനന്തു സാർ ക്ലാസ് 7 ആണ്. അനന്തു സാർ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്, ഫിസിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇവരെന്തൊക്കെ വെറൈറ്റി അവർക്ക് പറയാനുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ 3 മിസ്സുമാരുണ്ട്. ഞങ്ങൾ ആരൊക്കെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവോ? അന്ന് നിങ്ങൾ പറ, ഏതൊക്കെ സബ്ജക്റ്റ്. ഇത് അമലു മിസ് ആണ്, വെനീസ മിസ് ആണ്. പേര് മാറിപ്പോണ്ട. അമലുവിന് A എന്നിട്ടാ മതി. A മിസ്, B മിസ്. A മിസ് ഒന്നും പറയല്ലേ, അമലു മിസ് തന്നെ പറഞ്ഞാ മതി. ഇവര് ലാസ്റ്റ് തന്നെ ഏറി കിട്ടും. അത് ശരിയാണ്. 27-നാണ്. സാറിനെ വിട്ടേക്കാം കേട്ടോ. സാറ് തിരുവാതിര അതറിയത്തില്ല. സാറ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് തിരുവാതിരക്ക്. അത് ഞാൻ കൈ അടിക്കുന്നോണ്ടാണോ ഇനി ഇടയ്ക്കിടയ്ക്ക്? അറിയത്തില്ല. ചീഫ് ഗസ്റ്റ് ആയിട്ടായിരിക്കും. സാറിന് എന്താണെങ്കിലും തിരുവാതിരക്ക് വിടും. നമുക്ക് വേറെ ഇതിന്റെ പരിപാടിക്ക് പോകാം. നീ വിഷമിക്കേണ്ട, അവര് വിളിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പിള്ളേരോട് പറയില്ലേ. നമ്മളെ 3 പേരുടെ സബ്ജക്ട് നിങ്ങൾ എത്ര പേര് പറയൂ നോക്കട്ടെ. നമ്മുടെ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം. അതെ, നീ വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, എക്സാം ഒക്കെ ആവാറായി. നമുക്ക് കുറെ PYQs ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. വെറുപ്പിക്കുന്നില്ല ഞങ്ങൾ. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങിയേക്കാം. ഹായ് അമലു മിസ്. ആരാണത്? രമ്യ. ഹലോ രമ്യ. അറിയാം, വെനീസ മിസ്സിനെ അറിയാം. ദൈവമേ, എല്ലാവരും അങ്ങനെ സബ്ജക്ട് മാത്രം പറയുന്നില്ല, അതാണ് ഈ പ്രശ്നം. അവര് പേരാണ് പറയുന്നത്. അനഡു സാർ അനഡു അല്ല, ഇത് അനന്തു. ANANDHU ആണ് കേട്ടോ സ്പെല്ലിംഗ്. ബേസിക് എക്കണോമിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. യെസ്, ബേസിക്. നമ്മളെ കണ്ടിട്ട് ബേസിക് എക്കണോമിക്സ് കാരാണെന്ന് തോന്നുന്നുണ്ടോ? ഈശ്വര, എക്കണോമിക്സ് ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഇവർക്ക് എക്കണോമിക്സ് ഒക്കെ ഇവർ ഓൾറെഡി നല്ല ക്ലാസ്സുകൾ നമ്മുടെ സുജിത് സാറിന്റെ എലീറ്റ മിസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ ഓർമ്മയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജിത് സാറൊക്കെ പൊട്ടിക്കരയും. എടാ, ഇവര് സ്റ്റിൽ ഹലോ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. മക്കളെ സബ്ജക്ട് ഇതേ മോളിൽ കിടപ്പുണ്ട്. സയൻസ് ബേസിക് സയൻസിൽ നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതില് ഫിസിക്സ് ഞങ്ങൾ ഒരാൾ എടുക്കും, കെമിസ്ട്രി ഞങ്ങൾ ഒരാൾ എടുക്കും, ആൻഡ്
ബയോളജി മാത്തമാറ്റിക്സോ ഈശ്വരം. പരിപാടിയിലാണ് അവര്. ഓക്കെ 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 ഫൈൻ. നിങ്ങൾ ഇത് നോക്കിയിട്ട് ബേസിക് സയൻസ് എന്ന് പറഞ്ഞു. ഓക്കെ ബേസിക് സയൻസിൽ കുഴപ്പമില്ല, ഫൈൻ. എന്താണെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ആദ്യം ഏതാ വേണ്ടേന്ന് പറ. ഫിസിക്സ് വേണോ, കെമിസ്ട്രി വേണോ, ബയോളജി വേണോ? ഓക്കെ, അത് പറയാം. അനന്ത് സാർ വേണോ, വെനീസ മിസ് വേണോ? അങ്ങനെ പറയണ്ട. അപ്പൊ അനന്ത് സാർ എന്ന് പറയും. എന്നിട്ട് അവന് ഭയങ്കരമായിട്ട് അവനിട്ടാ വേണ്ട അത് പറയാം. ബയോളജി വെനീസ മിസ് കെമിസ്ട്രി എന്ന് പറയുന്നു. വെനീസ മിസ് കെമിസ്ട്രി തെറ്റിപ്പോയി. തെറ്റിപ്പോയി. നിങ്ങളുടെ കണക്കൂട്ടൽ മൊത്തം തെറ്റിപ്പോയി. ബയോളജി വിട്ടിട്ട് അവര് താഴെ വെനിസംസിന്റെ കൂടെ കെമിസ്ട്രി ഇട്ട് എനിക്കൊരു ബന്ധമില്ല. മിസ് ഒന്ന് എടുത്തു നോക്കി കെമിസ്ട്രി. എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങ് എടുത്തു നോക്ക്. ഫിസിക്സ് ഫിസിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സ് ആദ്യം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആയിക്കോട്ടെ. ഹൈ മിസ് ആൻഡ് സാർ. ഫിസിക്സ് അതെന്നാന്നറിയാമോ? സയൻസിന്റെ ബേസിക് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. അപ്പൊ ആർക്കാണെങ്കിലും അറിയാം ഫിസിക്സ് ആദ്യം ഫിസിക്സ് പറഞ്ഞു, അതുകൊണ്ട് ആദ്യം ഞാൻ ബയോളജി നോക്കടാ ആദ്യം പോയി. ബയോളജി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ദൈവം സഹായിച്ച ആരും കെമിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കെമിസ്ട്രി അത്ര ഇഷ്ടമാണ്. ഫിസിക്സിനാണ് ആള് കൂടുതല്. ഫിസിക്സിനാണ്. ആയിക്കോട്ടെ. നിങ്ങളുടെ കെമിസ്ട്രി ഇവിടെ വർക്ക് ആവുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങിക്കോ, ഞാൻ പതിയെ ഫിസിക്സ് എടുത്ത് തുടങ്ങാം. ഓക്കെ, നമ്മൾ വരുന്നേ ഇല്ല. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ വരുന്നില്ല. സാറ് മൊത്തം അങ്ങ് എടുത്തോളൂ. അതെ, ബയോളജി വരുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ഒരാള് കെമിസ്ട്രി പറഞ്ഞില്ലെങ്കിൽ അമലീസ് കാര്യം. അല്ല, നിങ്ങൾ പറയണ്ട. അപ്പൊ ഞാൻ വരുന്നേ ഇല്ല. സാറും മിസ്സും കൂടെ അങ്ങ് എടുത്തോളൂ. എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഒരാള് കെമിസ്ട്രി. അനു മോഹൻദാസ്. ഈ അനു മോഹൻദാസ് ആരാണെന്ന് എനിക്ക് ചെറിയൊരു, ഇത് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണല്ലോ. ഐ ലവ് ഫിസിക്സ് സോ മച്ച്. ആരാണിത്? അപർണയ്ക്ക് ഫിസിക്സ് ഭയങ്കര അപർണ അല്ല, അപർണയുടെ പേരിൽ വേറെ ആരോ ആണ് കേറിയിരിക്കുന്നത്. നമുക്കിപ്പോ ഐഡി കണ്ടാലല്ലേ മനസ്സിലാവത്തുള്ളൂ. എന്നാ അപർണ ഐഡി ഉള്ള ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ ഫിസിക്സ് യെസ്. കെമിസ്ട്രി, രണ്ടുപേര് കെമിസ്ട്രി എന്ന് പറഞ്ഞു. ബയോളജി. കെമിസ്ട്രി പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ കെമിസ്ട്രി എടുക്കാൻ. മൈ ഫേവറേറ്റ് സബ്ജക്ട് ഈസ് കെമിസ്ട്രി. അപർണ ഐ ലവ് ഫിസിക്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫേവറേറ്റ് സബ്ജക്ട് കെമിസ്ട്രി ആണ്. ഫിസിക്സ് ഇഷ്ടപ്പെടുന്നു, കാരണം പഠിപ്പിക്കുന്ന സാറ് ചിലപ്പോൾ നിൽക്കുന്നോണ്ടായിരിക്കും ഫിസിക്സ് ഇഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ. ബയോളജിക്ക് കുറെ ഉണ്ട്, വേറെ കുറെ ഫാൻസ് വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് വെറുതെ മനസ്സിലാക്കി അവരെ വെറുതെ ബോറടിപ്പിക്കണ്ട അല്ലേ? അപ്പൊ നമ്മൾ എന്നാ എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഉണ്ടെന്ന്. അപ്പം ഈ ഒരു കെമിസ്ട്രി ഒക്കെ ഇവിടെ വർക്ക്ഔട്ട് ആവുമെന്ന് നമുക്ക് ഫിസിക്സ് ക്ലാസ്സിൽ തുടങ്ങി നോക്കാം. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കിനും ഇവരാരാ വരുന്നത്? വരുമോ? അമലു മിസ് വരുമോ? ഓക്കെ, ആര് വന്നാലും കറക്റ്റ് സമയത്ത് വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് പറഞ്ഞു വിടാം. സോ അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ഫിസിക്സിൻ്റെ ക്ലാസ് നമ്മൾ ഇതാ ആരംഭിക്കുകയാണ്. സോ എല്ലാവരും ഇതാ ഇവിടെ നോക്കിയിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. നിങ്ങൾ ഏത് മീഡിയം ആണെന്ന് വെച്ചാൽ ആ മീഡിയത്തിൽ അങ്ങ് വായിച്ചു തുടങ്ങിക്കോ. ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. ദെൻ അതിനുശേഷം എന്താണ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ജസ്റ്റ് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം എ എന്ന് പറയുന്നത് പ്രതിബിംബത്തിന് വിപര്യം ഉണ്ടാകുന്നു, പാർശ്വീയ വിപര്യം ഉണ്ടാകുന്നു എന്നാണ് കേട്ടോ. അപ്പം ഈ മലയാളം വരുന്ന സമയത്ത് എവിടെയോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ദെൻ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമാണ്. വസ്തുവിൻ്റെയും പ്രതിബിംബത്തിൻ്റെയും വലിപ്പം തുല്യമാണ്. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. എന്തിൻ്റെ ഇൻകറക്റ്റ്? നമ്മുടെ സമതല ദർപ്പണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്ലെയിൻ മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലൈക്ക് ഉണ്ട്, ആ ലൈക്ക് ബട്ടൺ ഒന്ന് കൊടുത്താൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പം ഇതിൽ കിട്ടിയോ നമ്മുടെ പ്ലെയിൻ മിറർ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കണം. ഓക്കെ, ഒന്ന് പറയൂ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? യെസ്, നമുക്ക് അറിയാവുന്നതുപോലെ ഒരു സമതല ദർപ്പണത്തിൽ അല്ലെങ്കിൽ
പ്ലെയിൻ മിറർ എന്ന് പറയുന്ന ആ ഒരു മിററിൽ എന്താണ് അല്ലാത്തത്? നമുക്കറിയാവുന്നതുപോലെ റിയർ വ്യൂ മിററായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല. റിയർ വ്യൂ മിറർ അല്ലേ, നമ്മുടെ വാഹനങ്ങളിലൊക്കെ സൈഡിൽ വെച്ചിരിക്കുന്ന മിറർ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഏതാ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ടെക്സ്റ്റിൽ നിങ്ങൾ 4 ഓപ്ഷൻ കാണും. ആ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. എബിൻ സുരേഷ്, ഫ്രാൻസിസ്, ബീന ഹരീഷ്, എല്ലാവരുടെയും പേര് കാണുന്നുണ്ട്. ടിൻറ്റു, നിങ്ങളുടെ എല്ലാവരുടെയും പേര് കാണുന്നുണ്ട് കേട്ടോ. അധിഷ, ഓക്കെ. സോ അപ്പം കോൺവെക്സ് മിററാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്ലെയിൻ മിററായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നോക്കൂ, ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് പറയാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് മിറർ ആ ഒരു സെഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മുൻ വർഷങ്ങളിൽ നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കി പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺകേവ് മിററിനെ പറ്റിയാണ്. കോൺകേവ് മിറർ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു കാര്യം കൂടെ പഠിച്ചോണം. മിറർ ഷേവിംഗ് ഓർ മേക്കപ്പ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഷേവിംഗ് ഓർ മേക്കപ്പ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺകേവ് മിറർ. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഫീച്ചർ ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അതുമായി ബന്ധമുള്ളത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ബന്ധമില്ലാത്തതല്ല, ബന്ധമുള്ളത്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് കോൺകേവ് മിററുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെ പ്രത്യേകതകളാണ് അവിടെ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞേ. കോൺകേവിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? കോൺകേവ് മിററിൻ്റെ കേസിൽ നമ്മൾ 6 കേസസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? 6 കേസസ് ഇൻ കോൺകേവ് മിറർ പഠിച്ചിട്ടുണ്ട്. 6 കേസസ് ഇൻ കോൺകേവ് മിറർ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇൻഫിനിറ്റിയിൽ അല്ലേ, വളരെ ദൂരെയായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ, പിന്നെ ഒബ്ജക്റ്റിനെ സിയുടെ തൊട്ട് പുറകിൽ പ്ലേസ് ചെയ്യുമ്പോൾ, സിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ? സി സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ പ്ലേസ് ചെയ്യുമ്പോൾ, സിക്കും എഫിനും ഇടയിൽ പ്ലേസ് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഓപ്ഷൻ പറയുന്നുണ്ട്. ഓപ്ഷൻ ബി പറയുന്നുണ്ട്, ഓപ്ഷൻ സി പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കേണ്ടത്? അപ്പം കോൺകേവ് മിററിൽ നമ്മൾ 6 കേസസ് പഠിക്കുമ്പോൾ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മൾ 6 കേസസ് പഠിക്കുമ്പോൾ ആദ്യം ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ വെക്കും. പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് ഈ മിററിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു ഇമേജ് ആയിരുന്നു കിട്ടിയത്, പിന്നെ കുറച്ചും കൂടി വലുതായി, എന്നാലും ആദ്യത്തേനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ്, പിന്നെ സെയിം സൈസുള്ള ഇമേജ് കിട്ടി, പിന്നെ കുറച്ചും കൂടി വലിയ ഇമേജ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസിൽ നോക്കുവാണെങ്കിൽ ഡിമിനിഷ്ഡ്, ഇറക്റ്റ്, വിർച്വൽ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഓപ്ഷനിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, വിർച്വലിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കുക. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിഥ്യയാണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർന്നതാണ്. റിയൽ എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥമാണ്. അതുപോലെ എന്താണ്? തലതിരിഞ്ഞതാണ്. ഈ ഒരു ക്ലൂ നമുക്കറിയാം. ഈ ഒരു ക്ലൂ വെച്ചിട്ട് ഞാൻ ആദ്യം ബാക്കിയുള്ള ഓപ്ഷൻസിനെ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയേ. വിർച്വൽ, ഇറക്റ്റ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, അങ്ങനെ വരുന്ന ഓപ്ഷൻസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. അതായിരിക്കുമല്ലോ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വിർച്വൽ ഇറക്റ്റ് ആണ്, അപ്പോൾ ഈ ഓപ്ഷൻ കുഴപ്പമില്ല. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് വരുന്നുണ്ട്, അപ്പോൾ ഇത് ശരിയാണ്. വിർച്വൽ ആൻഡ് ഇൻവേർട്ടഡ് ഒരിക്കലും വരുകയില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് തെറ്റാം. അതായത് തലകീഴായതും മിഥ്യയും ഒരിക്കലും വരുകയില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് അവിടെ കളയാം. പിന്നെ വരുന്നത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനെ മാത്രം ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ബാക്കി 3 ഓപ്ഷനും ശരിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ കോൺകേവ് മിററിൻ്റെ കേസിൽ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നടാ. കോൺകേവ് മിററിൻ്റെ കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഡിമിനിഷ്ഡ് ആയിരിക്കും, പിന്നെ കുറച്ചും കൂടി വലുതാകുന്നു. അങ്ങനെ ലാസ്റ്റ് കേസിലേക്ക് വരുമ്പോൾ അവിടെ എൻലാർജ്ഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ലാസ്റ്റ് കേസ് 6th കേസാണ് ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിതാ ഇവിടെ ഒരു ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ
ജസ്റ്റ് ഇതാ ഇവിടെ പറയുന്നു. ഇവിടെ നോക്കിയേ, കോൺകേവ് മിററിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോൺകേവ് മിററിന്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്താ, ഫോക്കസിനും പോളിനും ഇടയിലാണെങ്കിൽ ബിഹൈൻഡ് ദ മിററിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്ന ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്, മാഗ്നിഫൈഡ് ആണ്. അപ്പോൾ വിർച്വൽ ആൻഡ് ഇറക്റ്റ് വരുന്ന ഒറ്റ കേസേ ഉള്ളൂ. അവിടെ എന്തായിരിക്കും, ഇമേജ് സൈസ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈഡ് ആയിരിക്കും. വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈഡ് ആയിരിക്കും. പക്ഷേ റിയൽ ആൻഡ് ഇൻവേർട്ടഡിന്റെ കേസിൽ ഡിമിനിഷ്ഡ് വരുന്നുണ്ട്, സെയിം സൈസ് വരുന്നുണ്ട്, മാഗ്നിഫൈഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് വേണം നമ്മൾ പിടിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് എൻലാർജ്ഡ് വന്നു. ഓക്കെ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഡിമിനിഷ്ഡ് വരുമോ? വിർച്വൽ ആൻഡ് ഇറക്റ്റ് നമ്മളിവിടെ പറഞ്ഞു, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിൽ മാഗ്നിഫൈഡ് മാത്രമേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്ന ഓപ്ഷൻ കളഞ്ഞു. അതായത് നിവർന്നത് മിഥ്യയായിട്ടുള്ളത് അതൊരിക്കലും ചെറുതാവില്ല. ഓക്കെ, അതൊരിക്കലും ചെറുതാവില്ല. പിന്നെ നോക്കിയേ, പിന്നെ നമ്മൾ വരുമ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ്ഡ് വരും. അതിവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ്ഡ് വരും. അതുപോലെ വിർച്വൽ ആൻഡ് ഇറക്റ്റ് വരുമ്പോഴും എൻലാർജ്ഡ് വരും. അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ്ഡ് വരും, വിർച്വൽ ആൻഡ് ഇറക്റ്റ് എൻലാർജ്ഡ് വരും. അപ്പം ഈ രണ്ട് കേസസ് നമുക്കിവിടെ ഒഴിവാക്കാം. ഓക്കെ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ്ഡ് വരുന്ന കേസുണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? എൻലാർജ്ഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ്ഡ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് എൻലാർജ്ഡ്. ഈ രണ്ട് ഓപ്ഷനും കോൺകേവ് മിററിന്റെ കേസിൽ വരാം കേട്ടോ. ഈ രണ്ട് ഓപ്ഷനും കോൺകേവ് മിററിന്റെ കേസിൽ വരാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലി എ, ബി ആൻഡ് ഡി, ഓൺലി സി, എ ആൻഡ് സി, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നോക്കിക്കോളൂ. അപ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ ബിയും ഡിയും ഇവിടെ വരാം. എൻലാർജ്ഡ്, ഇറക്റ്റ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് എൻലാർജ്ഡ്, അതുപോലെ തന്നെ എന്ത് വരാം, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ്ഡ്, അങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ നോക്കുക. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നോക്കുക. പിന്നെ എന്താണ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. കോൺകേവ് മിററിനെ നമുക്ക് കൺവേർജിങ് മിറർ എന്ന് വിളിക്കാം, കോൺവെക്സ് മിററിനെ ഡൈവേർജിങ് മിറർ എന്ന് വിളിക്കാം. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞ് എന്താണ്, കൺവേർജ് ചെയ്യുന്നു. ലൈറ്റ് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇടിച്ച ശേഷം കൺവേർജ് ചെയ്യുന്നു, അതുപോലെ ഡൈവേർജും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആൻസർ പറയുന്നു. ഓക്കെ, പേര് ചോദിക്കുന്നുണ്ട്. ആദിദേവ്, ആർ യു ഇൻ ഫൗണ്ടേഷൻ? യെസ്, ഫൗണ്ടേഷൻ ആരോടാണ് ചോദിച്ചത്, നമ്മളോടാണോ? ഓക്കെ, ഫൗണ്ടേഷനിലുണ്ട്. ഓക്കെ, മൈ നെയിം ഈസ് എലിസബത്ത്. ഓക്കെ, എലിസബത്ത്, നിങ്ങളെല്ലാം ആൻസർ പറഞ്ഞല്ലോ, നോക്കിയല്ലോ, ഓക്കെ അല്ലേ? സോ ആ ഒരു കാര്യം നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് കോൺകേവ് കോൺവെക്സ് മിററിൻ്റെ ഡിഫറൻസ് എന്ന്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു പോകാം. ലാസ്റ്റ് ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം കേട്ടോ, തിരിച്ചു വരാം. ഓക്കെ, ദെൻ രണ്ട് ഗ്ലാസ് പ്രിസങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ സജ്ജീകരിച്ചതിന് ശേഷം ധവള പ്രകാശം കടത്തിവിടുന്നു. സ്ക്രീനിൽ ലഭിക്കുന്ന പ്രകാശത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതായത് നമ്മൾ ഒരു വൈറ്റ് ലൈറ്റിനെ ഒരു പ്രിസത്തിൽ കൂടി കടത്തി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു പ്രിസത്തിൽ കൂടി ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുന്ന സമയത്ത് ആ വൈറ്റ് ലൈറ്റ് എന്താകുന്നു, സ്പ്ലിറ്റ് ആവുന്നു അല്ലെ. സ്പ്ലിറ്റ് ആയിട്ട് ഏത് പ്രോസസ്സാണ് നടക്കുന്നത്, ഡിസ്പേർഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രിസം നമ്മളെടുത്ത് ഇൻവേർട്ടഡ് പൊസിഷനിൽ നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇൻവേർട്ടഡ് പൊസിഷനിൽ നിർത്തി കഴിഞ്ഞാൽ ആ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് എന്താകും, വീണ്ടും കൂടിച്ചേരും അല്ലേ. ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള വൈറ്റ് ലൈറ്റ് ഇവിടെ കൂടിച്ചേരും. ഇവിടെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോയാലും ഈ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും, ഈ സ്ക്രീനിൽ ഒരു വൈറ്റ് ലൈറ്റിനെ തന്നെ നമുക്ക് തരും. അപ്പം സർ ഐസക് ന്യൂട്ടന്റെ എക്സ്പീരിമെന്റ് ആണ്. സോ എന്താ തരുന്നത്, തിരിച്ച് നമുക്കൊരു വൈറ്റ് ലൈറ്റ് തന്നെ തരുന്നു. സോ ആ ഒരു കാര്യം ഓർക്കുക കേട്ടോ, വൈറ്റ് ലൈറ്റ് തന്നെ തരുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രിസമേ ഉള്ളെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, വിബ്ജിയോർ ആയിരിക്കും. ഒരു പ്രിസമേ ഉള്ളെങ്കിൽ വിബ്ജിയോർ കിട്ടും. രണ്ട് പ്രിസം ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നു,
രണ്ട് പ്രിസം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് തന്നെയായിരിക്കും, ധവള പ്രകാശം തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ധവള പ്രകാശം കാണാൻ പറ്റും. സ്ക്രീനിൽ 7 വർണ്ണങ്ങൾ കാണുന്ന എപ്പോഴാ? ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പം ഓപ്ഷൻ എ വരുന്നത് എപ്പോഴാ? ഒറ്റ പ്രിസമേ ഉള്ളെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ആരോ പാട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പാട്ട് പാടാം. ഓക്കെ, ലാസ്റ്റ് പാടാനാണ് ചോദിച്ചേക്കുന്നത്. സാറ് ലാസ്റ്റ് പാടാന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ സാറെന്നുള്ള മാറ്റിയേക്കാം, നമുക്ക് നമ്മുടെ വെനീസ മിസ്സോ അമലു മിസ്സോ ഒക്കെ വേണ്ടി നമുക്ക് വേണ്ടി പാടും കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന അമലു മിസ്സാണ്. അപ്പോൾ പറഞ്ഞാൽ മതി. അമലു മിസ് അടിപൊളിയായിട്ട് സിംഗറാണ്, ക്വയറിലൊക്കെ പാടുന്ന ആളാണ്. സോ അടിപൊളി സിംഗറാണ്. വെയിറ്റ്, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 plane mirrors are arranged at an angle of 45 degree. If an object is placed between them, how many images will be formed? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ പല എക്സാംസിലും ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം ഗ്യാപ്പിലൊക്കെ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മിക്ക എക്സാംസിലും. അതായത് ഇപ്പം നിങ്ങൾ 7th USS എഴുതുന്നു, NMMS എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് നോക്കിയേ, ഇത് മാത്രമാണ് നിങ്ങൾക്കൊരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. 2 സമതല ദർപ്പണങ്ങൾ 45 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതായത് 2 പ്ലെയിൻ മിറേഴ്സ് എടുക്കുന്നു, സമതല ദർപ്പണങ്ങൾ എടുക്കുന്നു, അതൊരു 45 ഡിഗ്രി വെക്കുന്നു. നോക്കൂ, ഇവയ്ക്ക് മധ്യത്തിലായി ഇവരുടെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. സെൻറ്ററിലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടും? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ സലൂണിലോ ബാർബർ ഷോപ്പിലോ ഒത്തിരി മിറേഴ്സ് ഉള്ളിടത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, നമ്മുടെ കുറേ റിഫ്ലക്ഷൻസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ റിഫ്ലക്ഷൻസ് ഒക്കെ എന്തായിരിക്കും? യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. എ എന്നുള്ള ഒരു ആൻസർ പറയുന്നുണ്ട്, 7 ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയാം, എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാണുന്നത് എന്തുകൊണ്ടാണ്? ആ 2 മിറേഴ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമേജസ് വീണ്ടും വീണ്ടും ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? 360 ഡിഗ്രി ബൈ തീറ്റ -1 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ 360 ഡിഗ്രി ബൈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഇവിടെ വെച്ചിരിക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു എക്സെപ്ഷണൽ കേസും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ വരാത്ത ഒരു കേസും കൂടി ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾ 360/θ എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ, ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ വരുന്നതെന്ന് നോക്കുക. ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ എന്താണ്? ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഈവൻ നമ്പർ ആണെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഇനി ഒറ്റ സംഖ്യ വരുന്നതെങ്കിൽ ഇത് ഒറ്റ സംഖ്യ വരുമ്പോൾ എവിടെയാണ്? സെൻറ്ററിലാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്? സിമെട്രിയിലാണോ ഇരിക്കുന്നത്? അതോ ഇച്ചിരി ഇങ്ങോട്ട് മാറി വേറെ എവിടെയെങ്കിലും ആണോ ഇരിക്കുന്നതെന്ന് നോക്കുക. സിമെട്രിയിലാണ്, കൃത്യം നടുക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ തന്നെ എടുത്താൽ മതി. ഇനിയിപ്പം കൃത്യം നടുക്കല്ല, വേറെ എവിടെയെങ്കിലും മാറ്റിയാണ് വെച്ചേക്കുന്നതെന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 360/θ എന്ന് മാത്രമുള്ളതിൻ്റെ ആൻസർ ചെയ്താൽ മതി. 360/θ എന്ന് പറയുന്ന ആൻസർ മാത്രം ചെയ്താൽ മതി. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പം 360/45 ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രയായിരിക്കും വരുന്നത്? 8 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വന്നത്? 8 ആണ് വന്നത്. 8 എന്ന് പറയുന്നത് എന്താ? ഒരു ഇവൻ സംഖ്യയാണ്, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുന്നത്? ഈ ഇക്വേഷൻ തന്നെ എടുക്കണം അല്ലേ. അപ്പം 360/45 അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിൽ നിന്ന് 1 കുറച്ചാൽ മതി. 1 കുറച്ചാൽ എന്താണ്? 7 കിട്ടും. 7 ആൻസർ എന്തായിരിക്കും? 7 ആയിരിക്കും. വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞു. ആൻസർ 7 ആണ് കേട്ടോ, 7 ആണ്. ദെൻ ഇതാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ 2 മിറർ എടുത്തിട്ട് അത് 90 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അന്നേരം ഓർത്തോണം 3 ഇമേജുകളായിരിക്കും ഫോം ചെയ്യുന്നത്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ 3 ഇമേജുകളായിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ 45 എന്ന് പറഞ്ഞാൽ എന്താ? 90ൻ്റെ നേരെ പകുതിയാണ് അല്ലേ. അത് നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചു. അത് എത്രയാണ് വരുന്നത്? 7 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി മിററുകൾ തമ്മിലുള്ള ആംഗിള് 60 വരുന്നതെങ്കിൽ 60 വരുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 5 ഇമേജ് ആയിരിക്കും വരുന്നത്. 5 എണ്ണം ആയിരിക്കും വരുന്നത് കേട്ടോ. ഇനി 0 ആണെങ്കിൽ എന്താ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജ്. എന്താ 0 എന്ന് പറയുന്നത്? കുറേ അധികം എണ്ണമില്ലാതെ ഇമേജസ് കിട്ടും. അതാണ് നമ്മൾ നമ്മുടെ
എന്താ സലൂണിലും ബാർബർ ഷോപ്പിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഇമേജ് ഉണ്ട്, ഒരു മിറർ ഉണ്ട്, ബാക്കിൽ ഒരു മിറർ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താ അവരുടെ ആംഗിൾ എന്താണ് 0 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പോൾ ആ മിറേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആ മിറർ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ഇമേജസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഇമേജസ് കാണാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വേഗം അടുത്ത ചോദ്യം ചെയ്തോ. Lenses and mirrors are shown in black shade in the figures given below. Observe the figure and identify concave lens. അപ്പം ഇവിടെ തന്നിരിക്കുന്ന പടത്തിൽ ദർപ്പണങ്ങളോ ലെൻസുകളോ ആണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് കോൺകേവ് ലെൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നടാ ആദ്യം പഠിച്ചത്? കോൺകേവ് ലെൻസ്. നമ്മൾ മിററിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ. അപ്പം ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺകേവ് ലെൻസ്. നിങ്ങൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും പഠിക്കുന്നുണ്ടല്ലോ. ഇത് കോൺവെക്സ്, ഇത് കോൺകേവ്. പക്ഷെ നിങ്ങൾ ഈ പിക്ചർ കണ്ടിട്ട് ഒരിക്കലും കോൺവെക്സ് ആണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിൽ കറുപ്പ് നിറത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ഭാഗം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങളിത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? നോക്കിയേ, ഇത് കോൺവെക്സ്, ഇത് കോൺകേവ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് കോൺകേവ് ലെൻസിലാണ് ലൈറ്റ് പോയതെങ്കിൽ അതിൽ ഏത് ഇമേജ് ആണ് കോൺകേവ് ലെൻസിൽ കൂടി പോകുന്ന ലൈറ്റിനെ സൂചിപ്പിച്ചേക്കുന്നതെന്നാണ്. അപ്പോൾ കോൺകേവ് ലെൻസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡൈവേർജിങ് ആണ്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഡൈവേർജിങ് ആണ്. അപ്പോൾ ഇവിടെ ഡൈവേർജിങ് കാണിക്കുന്ന ഏതാ? ഈ ഒരു ചിത്രമാണ് അല്ലേ, ഈ ഒരു ചിത്രമാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ പറഞ്ഞോ? ഹലോ മഞ്ജു ജിബി. ഓക്കെ, ആൻസർ പറഞ്ഞോ നിങ്ങൾ? ഓപ്ഷൻ ബി. യെസ്, വെരി ഗുഡ്, കൃത്യമായി ആൻസർ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നു? ലെൻസ്, മിററൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പോകേണ്ടത് തെർമോ ഫ്ലാസ്ക്, അതായത് നമ്മുടെ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. തെർമോ ഫ്ലാസ്കിൻ്റെ ഇരട്ട ഭിത്തികൾക്കിടയിൽ സിൽവർ ആവരണം ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നോക്കിയേ, പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ ആൻസർ? പെട്ടെന്ന് വായിച്ചു പറയൂ. Why is silver coating provided between the double walls of thermos flask എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു തെർമോസ് ഫ്ലാസ്ക്. അപ്പോൾ ഇതിനിടയ്ക്ക് സിൽവർ കോട്ടിങ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സിൽവർ കോട്ടിങ്. അപ്പം കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ എന്താണ് എനർജി ലോസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ABCD എന്ന് പറയുന്നുണ്ട്, C എന്ന് പറയുന്നുണ്ട്. യെസ്, എല്ലാവരും പറയുന്ന പോലെ ഓപ്ഷൻ C ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ C ആണ് ആൻസർ. അപ്പോൾ എന്താണ് ഇവിടെ കൺവെക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ അല്ലെങ്കിൽ ചാലനം, സംവഹനം, വികിരണം ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഇത് ഈ മുന്നോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അറിയാത്തവർ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അപ്പം ഈ കൺവെക്ഷനും കണ്ടക്ഷനും ഒക്കെ നടക്കുന്നത്, കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എയർ മോളിക്യൂൾസ് ഒക്കെ പോകുന്നത് വഴിയാണ് കൺവെക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ കേസിലാണ് പറയുന്നത്. കണ്ടക്ഷൻ എന്ന് പറയുന്നത് മെറ്റൽ ബോഡീസിൽ, സോളിഡ്സിലുള്ളൊരു കാര്യമാണ്. സോ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ചൂടായിട്ടുള്ള വസ്തുവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന റേഡിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ വികിരണം എന്ന് പറയും. ആ റേഡിയേഷൻ റേഡിയേറ്റ് ആയിട്ട് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്താ സിൽവർ കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത ചോദ്യം, സംവഹനത്തിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത്? സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത്? പെട്ടെന്ന് പറഞ്ഞോ. കൺവെക്ഷൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത്? ഇപ്പം വെള്ളം ചൂടാവുന്നത്, കാറ്റുണ്ടാവുന്നത്, ഫോർമേഷൻ ഓഫ് വിൻഡ്, ഹോട്ട് എയർ ബലൂൺ റൈസിങ്, ഇതെല്ലാം എന്താണ്? കൺവെക്ഷൻ്റെ എക്സാമ്പിൾ ആണ് അല്ലേ. ഏതൊക്കെ? അടുപ്പിൽ വെള്ളം ചൂടാവുന്നത്, കാറ്റുണ്ടാവുന്നത്, ചൂടുവായു ബലൂൺ, അതായത് ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുന്ന, നിങ്ങൾ ഇമേജിൽ കണ്ടിട്ടില്ലേ ഹോട്ട് എയർ ബലൂൺസ്? ഇതാ ഇങ്ങനെയുള്ള ബലൂൺസ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഹോട്ട് എയർ ബലൂൺസ് അതെല്ലാം എന്താണ്? കൺവെക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫീലിംഗ് ദ ഹീറ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ ചൂട് നമ്മൾ അനുഭവിക്കുന്നത് റേഡിയേഷൻ കൊണ്ടാണ് കേട്ടോ. അപ്പം ദ ഹീറ്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ അഥവാ വികിരണമാണ്. ഓക്കെ, വികിരണമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഇത് കാണിച്ചേക്കുന്നത്. കണ്ടക്ഷൻ എന്ന് പറയുന്നത്
എന്താണ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കപ്പിൽ ചായയൊക്കെ എടുക്കുമ്പോൾ സ്റ്റീൽ സ്പൂണിലേക്ക്, അതായത് മെറ്റൽ വഴിയുള്ള കണ്ടക്ഷൻ, സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വഴിയുള്ള കൺവെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഹോട്ട് എയർ ബലൂണ്, അതുപോലെ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് എയറിൻ്റെ കേസ്, ആ കേസെല്ലാം നമുക്കിവിടെ പറയാം. അതുപോലെ സണ്ണിൽ നിന്ന് വരുന്ന ചൂട്, തീയിൽ നിന്ന് വരുന്ന ചൂട്, ഇതെല്ലാം എന്താണ് റേഡിയേഷനിൽ പെടുന്നതാണ്. അപ്പോൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ക്ലാസ് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതെന്താണ് നമ്മൾ പറയുന്നുണ്ട്, കണ്ടക്ഷൻ നടക്കുന്നത് മെയിനായിട്ടും സോളിഡിലാണ്, കൺവെക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആണ്. അപ്പം ലിക്വിഡ് ആൻഡ് ഗ്യാസ് വെള്ളത്തിലും വായുവിലും ഒക്കെയാണ് നടക്കുന്നത്. അതിനെ നമ്മൾ ഒരുമിച്ച് ഫ്ലൂയിഡ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ദെൻ റേഡിയേഷൻ നടക്കുന്നത് എന്താണ്, ഓൾ ഹോട്ട് ഒബ്ജക്റ്റ്, എല്ലാ ചൂടുള്ള വസ്തുക്കളിൽ നിന്നും എന്തുണ്ട്, വികിരണം പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്, ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി വൈ ഡസ് ദ മെർക്കുറി ഇൻ എ തെർമോമീറ്റർ റൈസ് വെൻ വി ടച്ച് ദ ബൾബ്? അതായത് നമ്മളൊരു മെർക്കുറി എടുത്തു കഴിഞ്ഞാൽ മെർക്കുറിയുടെ ആ ഒരു എന്താണ് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താ, അതിനെയാണ് നമ്മൾ ബൾബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബൾബിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെർക്കുറി ലെവൽ ഇങ്ങോട്ട് തെർമോമീറ്ററിൽ കൂടി ഉയരുന്നതായിട്ട് കാണാം. അത് എന്തുകൊണ്ടാണെന്ന ചോദ്യം. അതെന്തുകൊണ്ടാണ്? നമ്മൾ തെർമോമീറ്റർ എടുത്തു കഴിയുമ്പോൾ തെർമോമീറ്ററിൽ മെർക്കുറി ഉയരാൻ കാരണം എന്താ? അവിടുത്തെ എന്തായിരിക്കും കാരണം? ഇത് എക്സ്പാൻഷൻ ഓഫ് തെർമോമീറ്റർ കാരണമാണോ, അതോ കൺട്രാക്ഷൻ ഓഫ് തെർമോമീറ്റർ കാരണമാണോ? അല്ലല്ലേ, നമുക്കറിയാവുന്നത് പോലെ മെർക്കുറി വികസിക്കുന്നത് കൊണ്ടാണ്. ആ ഹീറ്റ് വരുമ്പോഴേക്കും മെർക്കുറി വികസിക്കുന്നത് കൊണ്ടാണ്. ആൻസർ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എക്സ്പാൻഷൻ ഓഫ് മെർക്കുറി ആണ്, മെർക്കുറി വികസിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ദെൻ അടുത്ത പറഞ്ഞോ, വാട്ട് ഈസ് ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് എ ഹെൽത്തി പേഴ്സൺ? ആരോഗ്യവാനായ വ്യക്തിയുടെ സാധാരണ ശരീര താപനില എത്രയാണ്? ഓക്കെ, നമ്മളിത് ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് തെർമോമീറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, പക്ഷേ ബയോളജിയിൽ വേണമെങ്കിൽ ഇത് വരാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മുടെ എന്താ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ യൂണിറ്റ് പഠിക്കുന്നതുകൊണ്ടാണ് ഇത് ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കേട്ടോ, ഫാരൻഹീറ്റ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? കെൽവിൻ ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, പക്ഷേ കെൽവിൻ എഴുതുമ്പോൾ ഡിഗ്രി ഇടില്ല. അപ്പോൾ യൂണിറ്റ് ആ ഒരു കാര്യം അവിടെ നോക്കിക്കോണം കേട്ടോ. ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, കെൽവിൻ എഴുതുമ്പോൾ ഇങ്ങനെ മാത്രമേ എഴുതത്തുള്ളൂ. ഓക്കെ, സോ വേറെ യൂണിറ്റ്സ് വേറൊന്നും അവിടെ ചെയ്യുന്നില്ല. ഓക്കെ, പെട്ടെന്ന് ഇത് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ പൈപ്പ് 2-വിൽ ഘടിപ്പിച്ചിരിക്കുന്ന വാൽവ് തുറന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതാ ഈ താഴെ കൊടുത്തിരിക്കുന്ന വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഈ കുപ്പിയിൽ ഇതാ ഇവിടെ വരെ വെള്ളമുണ്ടല്ല കേട്ടോ, വെള്ളമുണ്ട്. ഓക്കെ, ദെൻ ഇതിനകത്ത് എന്തെങ്കിലും ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടോ? ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഇല്ല, സോറി. സോ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും അല്ലേ. യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, സാറിനല്ലായിരുന്നു അല്ലേ, SI എന്നായിരുന്നു, സോറി. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ ആണ്. വെരി ഗുഡ് അപർണ. ഓക്കെ, സോ അപ്പോൾ ഈ വാൽവ് തുറന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കുപ്പിയിലെയും വെള്ളത്തിൻ്റെ ലെവൽ സെയിം ആകുന്ന സമയത്ത് ഈ ഫ്ലോ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ രണ്ടിലെയും ജലനിരപ്പ് തുല്യമാവുന്നത് വരെ എയിൽ നിന്നും ബിയിലേക്ക് വെള്ളം ഒഴുകുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ചെയ്തതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ, അടുത്ത ബെർണോളിസ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? ബെർണോളിസ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് ഓർത്തിരിക്കുക. അതായത് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്യാസിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഫ്ലോയുടെ സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കിയേ, when the speed of moving fluid, liquid or gas increases, its pressure decreases. ഒരു ദ്രവ്യത്തിൻ്റെയോ വാതകത്തിൻ്റെയോ വേഗം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ മർദ്ദം കുറയുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കിതിനെ ഏത് കേസിൽ പറയാം? വേഗം പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഏതാ? എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബെർണോളിസ് നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പം ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാതെ വരാമോ? പ്ലീസ് നോട്ട്സ് യൂസ് USS. പ്ലീസ് നോട്ട് USS. USSൻ്റെ നോട്ട് വേണം എന്നാണോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഓക്കെ,
അപ്പം നോക്കിയേ, ഈ എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് വായുവിൽ കൂടി ഭയങ്കര ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രഷർ, അവിടെയുള്ള എയറിന് കൊടുക്കുന്ന ആ പ്രഷർ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യം ഓർക്കുക. എയറോപ്ലെയിൻസ് ടേക്ക് ഓഫ് വെൻ ഇറ്റ് ഈസ് ട്രാവൽ ഫാസ്റ്റർ ത്രൂ ദ റൺവേ എന്നുള്ളതാണ്. ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മുടെ മിസ്സുമാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നിപ്പുണ്ട്, അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്താൽ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെൻ ദ സ്പീഡ് ഓഫ് മൂവിങ് ഫ്ലൂയിഡ് ഇൻക്രീസസ് ഇറ്റ്സ് പ്രഷർ ഡിക്രീസസ്. ഒരു ദ്രവ്യത്തിൻ്റെയോ വാതകത്തിൻ്റെയോ വേഗം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ മർദ്ദം കുറയുന്നു. എക്സാമ്പിൾസ് എന്താ? നമ്മുടെ കാറ്റ് വീശുന്ന സമയത്ത്, ഇപ്പോൾ കാറ്റുണ്ടാവുന്ന അതിശക്തമായ കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ റൂഫില്ലേ, അതായത് ഇപ്പം ഷീറ്റൊക്കെ ഇട്ട വീടുകളുടെ ഷീറ്റൊക്കെ പറന്നു പോയി എന്നുള്ള കേൾക്കത്തില്ല, അല്ലെങ്കിൽ ഓട് പറന്നു പോയി എന്ന് കേൾക്കത്തില്ലേ. അപ്പോൾ ആ ഒരു കാറ്റടിക്കുന്നത് കൊണ്ട് ആ പ്രഷർ, താഴെയുള്ള പ്രഷർ ഡിക്രീസ് ആവുകയും മുകളിലത്തെ ഒരു പ്രഷർ കാരണം എന്ത് സംഭവിക്കുന്നു? എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഒരു ഷീറ്റും അതുപോലെ ഓടൊക്കെ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റൂഫ്സ് എന്ത് ചെയ്യുന്നു? ബ്ലോൺ ചെയ്യുന്നു ഓഫ് ഡ്യൂറിങ് എ സ്റ്റോപ്പ്. പേപ്പർ ഈസ് റൈസിങ് വെൻ വി ബ്ലോ എയർ ഓവർ ഇറ്റ്. അപ്പോൾ കടലാസിന് മുകളിലൂടെ നമ്മൾ ഇങ്ങനെ ഊതുന്ന സമയത്ത് ഈ കടലാസ് മുകളിലേക്ക് പറന്നുയരുന്നു. അപ്പോൾ ആ ഒരു കേസ്. അതുപോലെ 2 പേപ്പേഴ്സ് നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഊതുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നു ഈ പേപ്പർ ഇങ്ങോട്ട് മാറിപ്പോകുന്നതാണോ? അല്ല, ഇവിടുത്തെ ഒരു പ്രഷർ കുറയുന്നതുകൊണ്ട് ഈ 2 പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു? അടുത്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു എക്സാമ്പിൾസ് ഓർക്കുക. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റിലേക്ക് വരുന്നു. The moon shines because of sunlight. Which statement is correct about sunlight falling on the moon? അപ്പോൾ സൺലൈറ്റ് മൂണിൽ വീഴുന്നത്, നമ്മൾ പറഞ്ഞു മൂണിന് ഒരു ഇലുമിനേഷൻ ഇല്ല അല്ലേ, മൂൺ സ്വന്തമായിട്ട് ഒരു ലൈറ്റിനെ പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മൂണിൻ്റെ എല്ലാ പാർട്ടിലേക്കും ലൈറ്റ് കിട്ടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല അല്ലേ. കാരണം നമുക്കറിയാം സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു ഫേസിൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ അതായത് മൂണിൻ്റെ ഒരു പകുതി ഫേസിലേക്ക് മാത്രമേ ലൈറ്റ് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? സൺലൈറ്റ് ഓൾവേസ് ഫോൾ ഓൺ 1/2 ഓഫ് ദ മൂൺ. എല്ലായ്പ്പോഴും ചന്ദ്രൻ്റെ ഒരു പകുതിയിൽ മാത്രം സൂര്യപ്രകാശം പതിക്കുന്നു. ഓക്കെ, നോക്കൂ, ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. The moon does not produce its own light, it shines because it reflects light from the sun. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 ഡേ ആണ് പറയുന്നത്, ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ, അതായത് അമാവാസി പൗർണമി എന്ന് പറയുന്നത്. അപ്പം ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയതായിട്ട് ആ ചന്ദ്രൻ അല്ലെങ്കിൽ മൂണിനെ നമ്മൾ വിസിബിൾ ആയി തുടങ്ങുന്ന ദിവസമാണ്, കണ്ടു തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? സൺലൈറ്റ് സ്റ്റിൽ ഫോൾസ് ഓൺ. ഏത് സമയത്തും സൺലൈറ്റ് എന്താണ്? സൂര്യനിൽ നിന്നുള്ള ആ വെളിച്ചം മൂണിൻ്റെ പകുതി ഫേസിലേക്ക് വരുന്നുണ്ട്. ബട്ട് ദ ഇലുമിനേറ്റഡ് സൈഡ് ഫേസസ് എവേ ഫ്രം ദിസ് എർത്ത്. പക്ഷേ ഈ സൂര്യപ്രകാശം വീഴുന്ന ആ ഒരു ഭാഗം എവിടെയാണ്? അതായത് എർത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു ഭാഗത്താണ്. അതുകൊണ്ടാണ് അതിനെ അമാവാസി എന്ന് വിളിക്കുന്നത്. ഇനി ഫുൾ മൂൺ ഡേ, പൗർണമി സമയത്ത് എന്തായിരിക്കും? നമുക്ക് കൃത്യമായിട്ട് ആ മൂണിനെ ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ആ മൂണിൻ്റെ കറക്റ്റ് ലൈറ്റ് വീഴുന്ന ആ ഹാഫ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നു. അതാണ് ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് അടുത്ത 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, an open circuit is made completely using different substance. One of the observation of this experiment is given below. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കുറച്ച് നിരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഒരു ആൻസറിലേക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നിരീക്ഷണം പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ഈ ശീമക്കൊമ്പെന്ന് പറയുന്ന ഒരു ചെടി എടുത്തിട്ട്, അത് ഡ്രൈഡ് ആണ്, ആ ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ചെടി എടുത്തിട്ട്, അതായത് വെള്ളമില്ലാത്ത ഉണങ്ങിയ ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ അതെന്താണ്? ബൾബ് ഡസ് നോട്ട് ഗ്ലോ. ബൾബ് എന്ത് ചെയ്യുന്നില്ല? ഗ്ലോ ചെയ്യുന്നില്ല. പക്ഷേ ഉണങ്ങാത്ത ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ബൾബ് ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്? ഉണങ്ങിയത് വെച്ചപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, പക്ഷേ ഉണങ്ങാത്തത് വെച്ചപ്പോൾ ബൾബ് ഗ്ലോ ചെയ്തു. ഉണങ്ങാത്തതിൻ്റെ പ്രത്യേകത എന്താ? അത് വെറ്റാണ്, അല്ലെങ്കിൽ നനഞ്ഞിട്ടുള്ള കമ്പുകളാണ് അല്ലേ. അപ്പോൾ ആ നനഞ്ഞിട്ടുള്ള കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഗ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ജലാംശം വൈദ്യുതി കടത്തി വിടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സോ പെട്ടെന്ന് ഇത് നോക്കിയേ, ഇത് എന്തിൻ്റെ ഡയഗ്രമാണ്? ഇത് സ്വിച്ചിൻ്റെ ഡയഗ്രമാണ്. എങ്ങനെയുള്ള സ്വിച്ചിൻ്റെ ഡയഗ്രമാണ്?
ഓൺ സ്വിച്ച് ആണോ ഓഫ് സ്വിച്ച് ആണോ? ഈ സ്വിച്ച് ഈസ് ഇൻ ഓഫ് കണ്ടീഷൻ. സ്വിച്ച് ശരിക്കും പറഞ്ഞാൽ ഓഫ് കണ്ടീഷനിലാണ്. ഇതുവഴി വൈദ്യുതി കടന്നു പോകുന്നുണ്ടോ? വൈദ്യുതി കടന്നു പോകുന്നില്ല. അപ്പോൾ സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ്. ദെൻ സോളാർ പാനലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? സോളാർ പാനൽ നമുക്കറിയാം അല്ലെ, സണ്ണിൽ നിന്നും ഹീറ്റിനെ കിട്ടിയിട്ട് ആ ഹീറ്റിനെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, താപോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. അപ്പൊ താപോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. തെർമൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. Okay, the last question, which is the space research agency of Europe? യൂറോപ്പിന്റെ സ്പേസ് റിസർച്ച് ഏജൻസി ഏതാണെന്നാണ്? ദാറ്റ് ഈസ് ESA ആണ്. അപ്പോൾ യൂറോപ്പ് നിങ്ങൾ ഓർത്തോണം, യൂറോപ്പിന്റെ സ്പെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ യൂറോപ്പ് സ്പേസ് ഏജൻസി എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. സോ ESA ആണ്. ബാക്കിയുള്ള നോക്കിയോ, ISRO എന്ന് പറയുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. അത് നമുക്കറിയാലോ, ഇന്ത്യ ആണല്ലോ, ആ പേരിൽ തന്നെ ഉണ്ട്. നാസ എന്ന് പറയുന്ന നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ്. ESA എന്ന് പറയുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നാണ്. അതുപോലെ RSA എന്ന് പറയുന്ന റോസ്കോസ്മോസ് സ്റ്റേറ്റ് കോർപ്പറേഷൻ ഫോർ സ്പേസ് ആക്ടിവിറ്റീസ് എന്നാണ്, അത് റഷ്യയാണ്. അപ്പോൾ R എന്ന് പറയുമ്പം റഷ്യ എന്ന് ഓർക്കുക, E എന്ന് പറയുമ്പോൾ യൂറോപ്പ്, I എന്ന് പറയുമ്പം ഇന്ത്യ ഓർക്കുക, നാസ എന്ന് പറയുമ്പോൾ എന്താണ്? അമേരിക്ക ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് ഏകദേശം ഒന്ന് വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ബയോളജിയും കെമിസ്ട്രിയിൽ അമലിമിസിൻ്റെ പാട്ടുമായിട്ട് വരും. നിങ്ങൾ വരുമ്പോഴേ ചോദിക്കുക. വെനീസ മിസ് അടിപൊളിയായിട്ട് പടവും വരയ്ക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്ന് ചോദിച്ചു വെച്ചേക്കുക. സോ താങ്ക് യു. My name I don't know da. Okay, bye. ഹേ ഗൈസ്, വെൽക്കം ഓൾ. സോ നമ്മളിന്ന് അനന്ത് സാറിൻ്റെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് സാറ് ക്ലാസ്സസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇനി നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഫിസിക്സ് സബ്ജക്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റൂലേ. എല്ലാവരും പോവരുത്, അനന്ത് സാർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോവരുത്. ഇനി നമ്മുടെ അമലു മിസ്സിൻ്റെ പാട്ടൊക്കെ കേൾക്കണം, അതൊക്കെ വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാലേ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇനി ബയോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ബേസിക് സയൻസ് എന്നാണ് പറയുക. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരുമിച്ചാണ് നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ബയോളജി മാത്രം. ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും ചോദിച്ചു വരുന്നത് ബയോളജിയാണ്. കെമിസ്ട്രി ഒക്കെ വെറും 2 ചാപ്റ്റർ ഉള്ളൂ എന്നൊക്കെ അമലു മിസ് പറഞ്ഞ് ഞാൻ കേട്ടത്. ബയോളജി കുറച്ച് 4 ചാപ്റ്റേഴ്സ് എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു, 4 അതിൽ കൂടുതലും ഉണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ബയോളജിയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ബിക്കോസ് കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടില്ല. ഹായ് മിസ് നെയിം. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ പേരാണ് വെനീസ. അനന്തു സാറിൻ്റെ നെയിം നിങ്ങൾക്ക് അറിയുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ USS കുറവായിരുന്നു വന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയുന്നത് കുറവാണ് എന്നെനിക്കറിയാം. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് ബയോളജിയിൽ എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ. എല്ലാവരും വേഗം ഒരു തംസപ്പ് ഇട്ടേ. സോങ് എടാ, ഞാൻ അല്ലടാ സോങ് വരുന്ന ആൾ അടുത്തതാണ്. ഞാൻ സോങ്ങേ ചെയ്യാറില്ല. എൻ്റെ സോങ് കേട്ടാൽ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പാഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ സോങ്ങില്ല. അത് അനന്ത് സാറിന് തെറ്റിപ്പോയതാണ്. ശരിക്കും സോങ് പാടുന്നത് അടുത്ത വരാൻ പോകുന്ന അമലു മിസ്സാണ്. ഓക്കെ, അപ്പോൾ അമലു മിസ്സിനെ നമുക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി, ഇങ്ങനെ സോങ് ഇപ്പം എനിക്ക് എഴുതിയിട്ട പോലെ സോങ് വരിയായിട്ട് എഴുതിയിടാണേ. അമലു മിസ് വരുമ്പോൾ അപ്പം അമല് പാട്ട് പാടും. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളിപ്പം നല്ല ആക്റ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് മിസ് കണ്ടു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് അതേ ആക്റ്റീവ്നെസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനുള്ള ആൻസേഴ്സും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടണം.
ഓക്കെ, ജസ്റ്റ് 4 ഓപ്ഷൻസേ ഉള്ളൂ. 4 ഓപ്ഷൻസിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ വേഗം ഇടുക. തംസ് അപ്പ് എല്ലാവരുടെയും മിസ് കാണുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യു ഷുഡ് ഗൈസ് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉത്തരം കൂടി എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ വേഗം ഇടുക. ABCD ആണോ എന്ന് ഇട്ടാൽ മതി. കാരണം ഇത്രയും വലിയ ആൻസേഴ്സ് ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്തിടണ്ട. ജസ്റ്റ് A ആണോ B ആണോ C ആണോ D ആണോ എന്ന് ഇടുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ, മിസ് ടെൽ മൈ നെയിം സാം സുഭാഷ്. സാമിൻ്റെ ശരിക്കുള്ള പേരെന്താ? എറ്റ് സാം സുഭാഷ് പറഞ്ഞാൽ അത് സാം ആവണമെന്നില്ല. സാമിൻ്റെ പേരെന്താണ്? സാം ആണോ? ആയിരിക്കും അല്ലേ? ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞേ വേഗം. നിങ്ങൾക്ക് അറിയുമോ നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ ക്വസ്റ്റ്യൻ തന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബയോളജിയിൽ ചോദിച്ചു വരുന്നത്, ബേസിക് സയൻസിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഐ തിങ്ക് ഇറ്റ് ഇസ് ഡി. പറഞ്ഞ നോക്കാം, നമുക്ക് ഡി ആണോ നമുക്ക് നോക്കാം. വിച്ച് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ലെഗുമിനസ് പ്ലാന്റ് ക്യാൻ ഡയറക്ട്ലി അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ലെഗുമിനസ് പ്ലാന്റിന് നൈട്രജനെ ഡയറക്ട്ലി അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ലെഗുമിനസ് പ്ലാന്റ് അബ്സോർബ് നൈട്രജൻ ഗ്യാസ്. ആലോചിച്ച് വായിക്കണേ. ലെഗുമിനസ് പ്ലാന്റ് അബ്സോർബ് നൈട്രജൻ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ലെഗുമിനസ് പ്ലാന്റ്സ് കൺവേർട്ട് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ പരിപാടി ശരിക്കും എന്തായിരുന്നു? അടുത്തത്, നൈട്രജൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ് ബൈ സർട്ടൻ ബാക്ടീരിയ ദാറ്റ് ലിവ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ദ ലെഗുമിനസ് പ്ലാന്റ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? സാം സുഭാഷ് എസ് എന്നാണ് അവൻ്റെ പേര്. ഹായ് സാം. ഓക്കെ, സോ ഇനി നമുക്കൊന്ന് ഉത്തരം പറഞ്ഞേ. നിങ്ങളെല്ലാവരും പല പല ഉത്തരങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഉറപ്പുള്ള ആൻസർ ഏതായിരിക്കും? സാം സുഭാഷ്, ഡി കറക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡി ആൻസർ പറഞ്ഞിട്ടുള്ളത് അപർണ ആണ്. സോ വെരി ഗുഡ് അപർണ, ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നൈട്രജൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ് ബൈ എ സർട്ടൻ ബാക്ടീരിയ ദാറ്റ് ലിവ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ്. റൂട്ട് നോഡ്യൂൾസിൽ ജീവിക്കുന്ന ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിലാണ് ആരുണ്ടാവുക? നമ്മുടെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ടാവുക. അവർ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റും. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ്, ഈ ഒരു മെക്കാനിസം അവിടെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് വേഗം തന്നെ നൈട്രജൻ ആ പ്ലാന്റ്സിന് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ആ കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്ത് വെക്കണം. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിലാണ് നമ്മുടെ ഈ ഒരു നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഉണ്ടാവുക. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? റൈസോബിയം എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്ന പേര് കേട്ടോ. റൈസോബിയം ബാക്ടീരിയാസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, റൈസോബിയം ആണ് ആ ബാക്ടീരിയത്തിൻ്റെ പേര്. ഓക്കെ, റൈസോബിയം. ഓക്കെ, ഈ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ എന്ത് ചെയ്യും? ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ അവിടെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നൈട്രജനെ നൈട്രേറ്റ്സ് ആക്കിയിട്ട് അതിനെ സിമ്പിൾ ഫോംസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക? ടെൽ മൈ നെയിം, ടെൽ മൈ നെയിം. അടുത്ത ടെൽ മൈ നെയിം വന്നു. അൺനോൺ ഉത്തരം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ എഴുതുന്നതിന് മുന്നേ അവൻ അവിടെ റൈസോബിയം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ വെരി ഗുഡ്. ടെൽ മൈ നെയിം, ടെൽ മൈ നെയിം. ആരാടാ അത്? എറ്റ് നൈൻസ് ഇംഗ്ലീഷ്. നൈൻസ് ഇംഗ്ലീഷാ? അടാ ശരിക്കുള്ള പേരെന്താടാ? നൈൻസ് ഇംഗ്ലീഷിൻ്റെ ശരിക്കുള്ള പേരെന്താ? ടെൽ മൈ നെയിം, ടെൽ മൈ നെയിം എന്ന് പറയുന്നുണ്ട്. മിസ്സിന് അറിയില്ലാടാ. മിസ് ടെൽ മൈ നെയിം, ടെൽ മീ നെയിം ബോണി. ഓക്കെ, നിങ്ങൾ ശരിക്കുള്ള പേര് മിസ്സിന് ഇവിടെ എവിഡൻ്റായിട്ട് കാണുന്നില്ല ഗൈസ്. സോ ഐ എം ദ സോറി ബോയ്സ്. ഓക്കെ, സോ നിങ്ങളുടെ ശരിക്കുള്ള പേര് നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതുക, നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ എഴുതുക. അപ്പോൾ മിസ് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ ആൻസറിൻ്റെ ഓപ്ഷൻ ഡി ആണെന്ന് എഴുതുക. എന്നിട്ട് വിത്ത് ദ ആൻസർ ആരാണ് പറഞ്ഞത്, പേര് പറഞ്ഞത് ഇട്ടാൽ മിസ് എന്തായാലും വായിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിലെ ഉത്തരം പയർ വർഗ സസ്യങ്ങളുടെ വേരുകളിൽ വസിക്കുന്ന ചില ബാക്ടീരിയകളാണ് നൈട്രജനെ നൈട്രേറ്റ് ആക്കുന്നത്. സോ ദ ആൻസർ ഇസ് ഡി ആണ് കേട്ടോ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. പ്ലീസ് കോൾ ശബരിനാഥ്. ഹായ് ശബരിനാഥ്. ഐ ആം എ യൂട്യൂബറാ? ഓക്കെ, യൂട്യൂബറാണോ? എന്നാൽ ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളുടെ വ്യൂസ് കൂട്ടിക്കുക വേഗം. യൂട്യൂബർ. ഓക്കെ, വേഗം എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. USS പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ക്ലാസ്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇത്രയും വാച്ച് ചെയ്യുന്ന ആൾക്കാർ അത്രയൊക്കെ പോയി ഒന്ന് ലൈക്കും ചെയ്തേ. നമ്മുടെ ക്ലാസ്സസൊക്കെ ഒന്ന് പോയി ലൈക്ക് ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് name is given to the plant that grows upon another plant merely for physical support without causing any harm to the host plant? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണേ. അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നെയിം ദ പ്ലാന്റ് ദാറ്റ് ഗ്രോസ് അപ്പോൺ അനാദർ പ്ലാന്റ് മിയർലി ഫിസിക്കൽ സപ്പോർട്ടാണ് അവിടെ കൊടുക്കുന്നുള്ളൂ. ഫിസിക്കൽ സപ്പോർട്ട് മാത്രമായിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. പക്ഷെ ഒരു ഹാംനെസ് ഒന്നും കോസ് ചെയ്യുന്നില്ല. ഒരു തരത്തിലും ഒരു ഹാമും കോസ് ചെയ്യുന്നില്ല. ഒരു വൃക്ഷത്തിൽ യാതൊരു ദോഷവും വരുത്താതെ അതിന്മേൽ മറ്റൊരു സസ്യം വളർന്നാൽ അത്തരം സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദർ ഇസ് നോ ഹാം. ഒരു ഹാമും അവിടെ കോസ് ചെയ്യുന്നില്ല. അപ്പോൾ അതാരാണ്? പാരസൈറ്റ് ആണോ, സാപ്രോഫൈറ്റ് ആണോ, എപ്പിഫൈറ്റ് ആണോ, ഹൈഡ്രോഫൈറ്റ് ആണോ? ഇതിലാരാണ് നോ ഹാം കൊണ്ടുവരുന്ന ആള്? വെരി ഗുഡ്. അൺനോൺ.
ഏതാണ്? ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. ബി ആണോ? നിങ്ങൾ ഉറപ്പിച്ചോ ബി ആണെന്നാണ് എല്ലാവരും ഇടുന്നത്. പക്ഷേ നോ, ഇറ്റ് ഇസ് സി ആണ്. ഓക്കെ, പകുതി പേര് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താണ്? സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സി എന്ന് പറയുന്ന എപ്പിഫൈറ്റ് ആണ് കറക്റ്റ്. സോ എപ്പിഫൈറ്റിനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും. അവരെ നമ്മൾ എയർ പ്ലാന്റ്സ് എന്നും കൂടെ വിളിക്കുവേ, എയർ പ്ലാന്റ്സ്. ഓക്കെ, ബിക്കോസ് അവരൊരു സപ്പോർട്ടിന് മാത്രമായിട്ടാണ് ആ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ അവരൊന്നും ഉപദ്രവിക്കുകയോ ഹാമോ ഒന്നും ചെയ്യുന്നില്ല. സോ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഡസൻറ്റ് കോസ് എനി ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. ആൻഡ് ദേ നോർമലി ഗിവ്സ് ഒരു ഫിസിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുക എന്ന് മാത്രമാണ് എപ്പിഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നോ ഹാം കണ്ട അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പിഫൈറ്റ്. പാരസൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹാം കോസ് ചെയ്തു. ഓക്കെ, ഒരു ഹോസ്റ്റ് പ്ലാന്റിൻ്റെ മുകളിൽ ഇരുന്നാൽ അവരെന്ത് ചെയ്തു? അവരവരുടെ ന്യൂട്രിയൻസും അവരുടെ മിനറൽസും ഒക്കെ എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യും? അവിടെ ഹാംനെസ് കോസ് ചെയ്യാണ് പാരസൈറ്റ് ചെയ്യുക. ഓക്കെ, സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫംഗായി ബേസ്ഡ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഹൈഡ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ് ചെയ്ത് വാട്ടറിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനാണുള്ള ഹൈഡ്രോഫൈറ്റിക് പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് എപ്പിഫൈറ്റ് ഓർ എയർ പ്ലാന്റ്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ മരവാഴ. ഓക്കെ, എയർ പ്ലാന്റ്. വാൻറ്റ. വാൻറ്റ അല്ലടാ, VANT അല്ല, VNDA ആണ്. വാൻറ്റ എന്ന് പറയാം. ഓക്കെ, വാൻറ്റ അല്ല. ഓക്കെ, ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഇസ് എ കാറ്റൽ ഡിസീസ് ദാറ്റ് ത്രെറ്റൻസ് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദ ഹ്യൂമൻ എക്സിസ്റ്റൻറ്റ് ഓർ ഹ്യൂമൻ ബീയിങ്സ്? ഓക്കെ, നമ്മളെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, നമ്മളെ കൊല്ലാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് ഡിസീസ് വരുത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്ന രോഗം ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടത്. ഹൂഫ് ഡിസീസ് ഉണ്ട്, ഇൻഫ്ലമേഷൻ ഓഫ് ദി അഡർ ഉണ്ട്, ആന്ത്രാക്സ് ഉണ്ട്, പുളോറം ഉണ്ട്. ഇതിലേതായിരിക്കും അസുഖം? ഏത് അസുഖമായിരിക്കും? കാറ്റലിനും വരും, മനുഷ്യനും വരും. മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനും ഹ്യൂമൻ്റെ എക്സിസ്റ്റൻസിനും അതെന്താണ് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാറ്റൽ രോഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അപർണ, വെരി ഗുഡ്. സി, ആന്ത്രാക്സ് ആണ് ആൻസർക്ക്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു കാലി രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ആന്ത്രാക്സ് ആണ്. ആന്ത്രാക്സ് ഇസ് വൺ ഓഫ് ദ ഡിസീസ് ദാറ്റ് ഇസ് കോമൺലി കോസ്ഡ് ഇൻ ദ കാറ്റൽ ആൻഡ് ഇറ്റ് വിൽ ഓൾസോ എഫക്ട് ദ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെയും കൂടെ എഫക്ട് ചെയ്യുന്ന അസുഖമാണ് ഏതാണ്? ആന്ത്രാക്സ്. ഇത് ഓർത്ത് വെക്കണേ. ഇതൊക്കെ കോമൺലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇതിൽ കൂടെ പോകണം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ബാക്ടീരിയ ആന്ത്രാക്സ്. വെരി ഗുഡ്. ഇത് ഏത് ബാക്ടീരിയ കോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയം കോസ് ചെയ്യുന്ന അസുഖമാണ് ഏത്? നമ്മുടെ ഈ ഒരു ആന്ത്രാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു പേരും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾ സൂപ്പറാണ്. ഓക്കെ, സോ കുറേ പേര് അതിൻ്റെ പേര് പറയുന്നത് കേട്ടു മിസ്. യു ആർ വെരി ഗുഡ് ഗൈസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ഹായ് ശബരിനാഥ്. ഹായ്. ഹലോ ബോണി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദാറ്റ്സ് എ നെക്സ്റ്റ് വൺ. ഏതാണ്? ദ ബ്ലഡ് വെസൽ ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട് മസിൽ. ഹാർട്ട് മസിലിലേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് ആരാണ്? യാരവൻ. ഏതാണ്? ലിംഫ് വെസൽ ആണോ, കൊറോണറി ആർട്ടറി ആണോ, പൾമിനറി ആർട്ടറി ആണോ, കിഡ്നി വെയിൻസ് ആണോ? ഇതിലേതാണ് ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്? ഇതിലേതോ ഒരാൾ. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളാണ്. ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിംഫ് വെസൽ ആണോ, കൊറോണറി ധമനിയാണോ, ശ്വാസകോശ ധമനിയാണോ, അല്ലെങ്കിൽ വൃക്കാസിര? ഏതാണ് ഗൈസ് വര? ഏതാ വര? സി, പാപ്പു എന്നാണോ പേര്? ഉത്തരത്തിന് ശേഷം ആ കുട്ടിയുടെ പേര് എഴുതുന്നുണ്ട്. അപർണ, വെരി ഗുഡ്. അഗെയിൻ അപർണയാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി, കൊറോണറി ആർട്ടറി ഈസ് ദ കറക്റ്റ് വൺ. കൊറോണറി ആർട്ടറി എന്താണെന്ന് അറിയോ? കൊറോണറി ആർട്ടറി ആണ് നമ്മുടെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡൊക്കെ നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിലേക്ക്, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ്സ് ഒക്കെ നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് കൊടുക്കുന്ന ഒരാൾ നമ്മുടെ കൊറോണറി ആർട്ടറിയാണ്. സോ നിങ്ങൾ മറക്കാൻ പാടില്ല, കൊറോണറി ആർട്ടറിനെ എന്തായാലും ഓർത്ത് വെക്കണം. കൊറോണറി ആർട്ടറി ഈസ് the one vein or else one artery which is normally providing the oxygen rich blood to the heart muscle. ഹാർട്ടിൻ്റെ മസിലിലേക്കാണ് അവർ കൊടുക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണേ. കൊറോണറി ധമനിയാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓപ്ഷൻ ബി, സ്റ്റീഫൻ. വെരി ഗുഡ് സ്റ്റീഫൻ. ബി is the right answer. ഇനി അടുത്തത്, which of the following is a substance used as a preservative? ഇതിൽ ഏതാണ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? which one act as a preservative? പ്രിസർവേറ്റീവ് പറഞ്ഞാൽ എന്താ? യു ഗൈസ് സ്റ്റഡീഡ് ഓൺ യുവർ സേഫ്റ്റി, ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു സേഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി യു ഗൈസ് നോ ദ ആൻസർ ഓഫ് ദിസ് അല്ലേ? എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന ഒരു ആൻസർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്? സൾഫ്യൂരിക് ആസിഡ് ആണോ, സിട്രിക് ആസിഡ് ആണോ, മോണോം സോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണോ, അമോണിയം ഫോസ്ഫേറ്റ് ആണോ? വിച്ച് വൺ വിൽ ബി ദ ആൻസർ ബോയ്സ്? ഏതാണ്? ഉറപ്പിച്ചോ? അമോണിയം ഫോസ്ഫേറ്റ് ആണോടാ പ്രിസർവേറ്റീവ്? ശരിക്കും ഒന്ന് ആലോചിച്ചേ.
ഫിഷിൽ അമോണിയം ഫോസ്ഫേറ്റ് നമ്മൾ ഇടാറുണ്ട്, പക്ഷേ നിങ്ങൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോമൺലി പ്രിസർവേറ്റീവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമൺലി പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിട്രിക് ആസിഡ്, വിച്ച് ഇസ് എ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ എന്താണ് ഓർഗാനിക് ആസിഡ് എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒരു സിട്രിക് ആസിഡ് ഇസ് എ വീക്ക് ഓർഗാനിക് ആസിഡാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് എ വീക്ക് ഓർഗാനിക് ആസിഡാണ്, ഓർഗാനിക് ആസിഡാണ് ഇവൻ വരുന്നത്. സോ ഈ ഒരു വീക്ക് ഓർഗാനിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ദേ നോർമലി എന്ത് ചെയ്യും? പ്രിസർവ് ദ ഫുഡാണ് കേട്ടോ, ഫുഡിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദ ആൻസർ ഇസ് ബി, സിട്രിക് ആസിഡ് ആണ്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഇസ് എന്താണ് നമ്മൾ പറയാറുള്ളത്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ പറയുന്നത് എന്താണ്, ദേ ആർ നോൺ ആസ് എ സ്ട്രോങ് മെറ്റൽ ആസിഡ്. ഇവരൊരു സ്ട്രോങ് മെറ്റൽ ആസിഡ് എന്നാണ് നമ്മൾ പറയാം, മെറ്റൽ ആസിഡാണ്. ഓക്കെ, മെറ്റൽ ആസിഡ് അല്ല, മിനറൽ ആസിഡ് ആണേ, സ്ട്രോങ് മിനറൽ ആസിഡാണ് ഇവൻ. ഇനി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്? അറിയോ എന്താണ് ഗ്ലൂട്ടാമേറ്റ്? MST അജിനോമോട്ടോ. നമ്മളിവിടെ അജിനോമോട്ടോ പറഞ്ഞിട്ടില്ലല്ലോ. ഇൻ ലെമൺ, കറക്റ്റ് ആണ് അപർണ, വെരി ഗുഡ്. ലെമൺസിലും അതേപോലെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെയാണ് നമുക്ക് സിട്രിക് ആസിഡ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതെന്താണ്? ദിസ് ഈസ് ആക്ടിങ് ആസ് എ ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഈ ഒരു മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അതാണ് MSG. ഇപ്പം മിസ്സിന് മനസ്സിലായി, MSG എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. അമോണിയം ഫോസ്ഫേറ്റ് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുക? ഇറ്റ് ഇസ് എ ഫെർട്ടിലൈസർ പോലെ ഒരു സംഭവമാണ്, ഫെർട്ടിലൈസറും പിന്നെ അതേപോലെ ഫിഷസിലും നമ്മൾ അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് വരാറുണ്ട്. കിങ് ഓഫ് ആസിഡ്സ്, ഓയിൽ ഓഫ് വിട്രിയോൾ, വെരി ഗുഡ്. ഓക്കെ, സോ ഇത്രയുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ദ ആൻസർ സിട്രിക് ആസിഡ് ആണെന്ന് ആലോചിച്ച് വെക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സബ്സ്റ്റൻസസ് ആണ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഏതായിരുന്നു? സിട്രിക് ആസിഡാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡർ? ശരിക്കും നിങ്ങൾ വായിച്ചു നോക്കണം, അതിൽ 2 ഓപ്ഷൻസ് നിങ്ങളെ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ പോകുന്നുണ്ടാവും. മെറാസ്മസ് ഉണ്ട്, ക്വാഷിയോക്കർ ഉണ്ട്, സ്കർവി ഉണ്ട്, ബെറിബറി ഉണ്ട്. Okay, so which one of these is normally gone for the protein deficiency disease? ഇതിൽ ഏതാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, താഴെ പറയുന്നവയിൽ പ്രോട്ടീൻ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന വൈകല്യം ഏതാണ്? മെറാസ്മസ് ഉണ്ട്, ക്വാഷിയോക്കർ ഉണ്ട്, സ്കർവി ഉണ്ട്, ബെറിബറി ഉണ്ട്. ഇതിൽ ഏതായിരിക്കും വരിക? അപർണ, യു അഗെയിൻ സ്കോർഡ്. ഏതാ വരിക? ബി, ക്വാഷിയോക്കർ. ദാറ്റ്സ് ദ കറക്റ്റ് വൺ. ഓക്കെ, ബി, ക്വാഷിയോക്കർ ആണ് കറക്റ്റ്. കാരണം ബിയിലാണ്, ഈ ബി മാത്രമാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നത്. ഓക്കെ, ഈ മെറാസ്മസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടീനും ഉണ്ട്, പ്ലസ് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും കൂടെ കുറവ് വരുമ്പോഴാണ് ഇവൻ ഉണ്ടാവുന്നത് കേട്ടോ. സോ ഇവിടെ ഒരു കാർബോഹൈഡ്രേറ്റ്സിൻ്റെ റോളും കൂടെ വരുന്നുണ്ട്. ഇവരെ മെറാസ്മസിനെ നമ്മൾ യൂസ് ചെയ്യില്ല. കറക്റ്റ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഓൾവേസ് ഗോൺ ഫോർ ക്വാഷിയോക്കർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. വെരി ഗുഡ്. ഓക്കെ, so kwashiorkor is the answer. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐഡന്റിഫൈ ദ വിറ്റാമിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്കിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സൺലൈറ്റ്. സൺലൈറ്റ് വരുന്ന സമയത്ത് ഒരു സൺലൈറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ബോഡിയിലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു വിറ്റാമിൻ, നമ്മൾ തനിയെ ഉണ്ടാക്കുന്ന ഒരു വിറ്റാമിൻ്റെ പേരെന്താണ്? വാട്ട് ഇസ് ദാറ്റ് വിറ്റാമിൻ? ഏതാണ് ആ വിറ്റാമിൻ? വേഗം പറ, ഏതാണ് ആ വിറ്റാമിൻ? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ മീനിങ് എന്താണ്? സ്കിന്നാണ്. ത്വക്കിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് തിരിച്ചറിയുക. വിറ്റാമിൻ എ ആണോ, ഡി ആണോ, സി ആണോ, കെ ആണോ? വിച്ച് വിൽ ബി ദ vitamin that is produced as a result of sunlight ഉള്ളതുകൊണ്ട് വരുന്നത് ഏതാ? വേഗം പറഞ്ഞോളൂ. വെരി ഗുഡ് അർച്ചന, വിറ്റാമിൻ ഡി. ബി ആൻസർ ആയിട്ടുള്ള വിറ്റാമിൻ ഡി ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? നിങ്ങൾ എല്ലാവരും ആൻസർ പറയുന്നത് മിസ് കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. മിസ്സിന് എല്ലാവരെയും വായിക്കാൻ വേണ്ടി പറ്റുന്നില്ല. മിസ് ഐ ടെൽ ദ ആൻസർ. നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്, മിസ് അത് കാണുന്നുണ്ട്. പക്ഷെ മിസ്സിന് എല്ലാവരെയും ചാറ്റിങ് ഇങ്ങനെ കയറി പോകുന്നതുകൊണ്ട് മിസ്സിന് അത് കാണാൻ പറ്റുന്നില്ല. എല്ലാവരെയും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ശരി, വെരി ഗുഡ്. വിറ്റാമിൻ ഡി ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് വാക്സിനോളജി? വാക്സിനോളജീൻ്റെ ഫൗണ്ടർ ആരാണ് ഗൈസ്? ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് വാക്സിനോളജി? വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണോ, ലൂയിസ് പാസ്റ്റർ ആണോ, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണോ, റോബർട്ട് ഹുക്ക് ആണോ? ഹൂ ഇസ് ദ വൺ ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് വാക്സിനോളജി എന്നാണ് ചോദിച്ചത്. വാക്സിനോളജിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് വാക്സിനോളജി? നിങ്ങൾ അറിയും, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന് ആൻസർ ഇപ്പോൾ വരേണ്ടതാണ്. വേഗം പറയൂ, ഹൂ ഇസ് ദ ആൻസർ? ശരത്താണോ, ശാന്തം? ടീച്ചർ നെയിം. നാളെ ഫുൾ റിവിഷൻ ഉണ്ടോ? നാളെ എന്തിനാ ഫുൾ റിവിഷൻ? വേണോ നിങ്ങൾക്ക് നാളെ ഫുൾ റിവിഷൻ?
നാളെ ഫുൾ റിവിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നാളെ നമ്മളുടെ ബാക്കി സബ്ജക്ട്സ് ആയിരിക്കും എന്നാണ് മിസ്സിന് തോന്നുന്നത്. ഏതാണ് ആൻസർ? യാ, ഉത്തരം വന്നിരുന്നു. യാ, വെരി ഗുഡ്. ഏതാണ്? ഓപ്ഷൻ എ, എഡ്വേർഡ് ജെനർ ആണ് കേട്ടോ. എഡ്വേർഡ് ജെനർ സ്മോൾ പോക്സിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സ്മോൾ പോക്സ് ഇൻഫെക്ഷൻ ഒക്കെ വന്ന സമയത്ത് അവിടെ നിന്നാണ് അയാൾ കണ്ടുപിടിക്കുന്നത്, വാക്സിനേഷൻ എന്നൊരു കോൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, സോ ഏതാണ്? എഡ്വേർഡ് ജെനർ ആണ് എന്താ വാക്സിനോളജിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. യാ, വെരി ഗുഡ് ടിനു, വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ ദാറ്റ് ഡിസ്ട്രോയ്സ് ഇനാമൽ. ഇനാമൽ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഓൾവേസ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വൈ ആർ വി ഓൾവേസ് സേയിങ് ദാറ്റ് യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ബിക്കോസ് ദർ ആർ ചാൻസസ് ഓഫ് അക്യുമുലേറ്റിംഗ് സർട്ടൻ കൈൻഡ്സ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഓൺ യുവർ ടീത്തിൻ്റെ സൈഡ്സിലൊക്കെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, വിച്ച് വിൽ ഫർദർ കോസസ് എന്താണ്? ദ ഫുഡ് മെറ്റീരിയൽസ് ദാറ്റ് ഇസ് പ്രസൻറ്റ് ഓൺ യുവർ സൈഡ്സ് ഓഫ് ദ ടീത്ത് എല്ലാം കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസസ് എന്നാൽ അവിടുത്തെ മൈക്രോബ്സും എല്ലാം കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ആസിഡ് ഉണ്ടാവും. ആ ആസിഡാണ്, ഒരു വീക്ക് ആസിഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ വിച്ച് വിൽ ബി ദ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ ദാറ്റ് ഡിസ്ട്രോയ്സ് ദ ഇനാമൽ. ഇനാമൽ ഭയങ്കര വൈറ്റ് കളറായിട്ട് സ്ട്രോങ്ങർ, നമ്മുടെ ടീത്തിന് ഭയങ്കര സ്ട്രോങ്നെസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസിഡ്, അത് ഏതാണ് ഗൈസ്? യാ, വെരി ഗുഡ്. ഏതാണ്? അർച്ചന, വെരി ഗുഡ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ഇസ് ആൻസർ. സോ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ആളാണ് എന്താണ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നതും ഇനാമലിനെ നശിപ്പിക്കുന്നതുമായ ആസിഡിൻ്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദേ ഫോം. യാ, വെരി ഗുഡ്. എല്ലാവർക്കും അറിയാമല്ലേ? വെരി ഗുഡ്. അപ്പം അവരാണ് ലാക്റ്റിക് ആസിഡ്. വെരി ഗുഡ്. ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്. സ്റ്റീഫൻ, വെരി ഗുഡ്. ഓക്കെ, which of the following plants wind is functioning as a pollinating agent? ഇതിൽ കൊടുത്തിട്ടുള്ള പ്ലാന്റ്സിൽ വിൻഡ് ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് പ്ലാന്റിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. which is first one is sugarcane, wheat, maize, all of the above. താഴെ പറയുന്ന സസ്യങ്ങളിൽ ഏതിലാണ് കാറ്റ് അതെനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, ആയി പ്രവർത്തിക്കുന്നത്? ഏതാണ് ഗൈസ്? വേഗം പറയും. യാ, ഫുഡ് പാർട്ടിക്കിൾ സ്റ്റക്ക് ഓൺ ദ ടീത്തിൻ്റെ ഇടയിൽ സ്റ്റക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? ലാക്റ്റിക് ആസിഡ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് ഡെന്റൽ ഡീക്കേ ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതിനെ നിങ്ങൾക്ക് പറഞ്ഞേ, ഇതിൻ്റെ ഉത്തരം എന്താ? വാട്ട് ഇസ് ആൻസർ ഇൻ ദിസ്? എല്ലാവരും ബി ആണല്ലോ പറയുന്നത്. ശരിക്കും നോക്കി ആ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഒന്നുകൂടെ നിങ്ങളൊന്ന് ശരിക്കും നോക്കൂ. നോ ബോയ്സ്, നോ ബി. ബി അല്ലടാ, ഒന്നുകൂടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് വിൻഡ് ഇസ് functioning as a pollinating agent? മെയ്സ് മാത്രമുള്ള ബി അല്ലാടാ, കുറച്ചും കൂടെ വായോ. യാ, ആർച്ച. യാ, വെരി ഗുഡ്. ആർച്ച, ഡി. ഓൾ ഓഫ് ദി അബൌഡാ. ഓൾ ഓഫ് ദി അബൌവിലും നമുക്ക് എന്ത് ചെയ്യാം? വിൻഡ് വെച്ച് പോളിനേറ്റ് ചെയ്യാൻ പറ്റും. വിൻഡ് നല്ല ഫാസ്റ്റിൽ അടിച്ചു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസിനൊക്കെ വേറെ അപ്പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്ത് പോളിനേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, യാ, Mercy, very good. D ആണ് ആൻസർ. ഓക്കെ, ടീച്ചറിൻ്റെ ചാനൽ സബ്ജക്റ്റ് ചെയ്യാൻ പറയോ? അത് എനിക്ക് മനസ്സിലായില്ല. ടീച്ചർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ എന്നാണോ? അതാണോ ആ ഷോർട്ട് ഫോം? ടീച്ചർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ? ബ്രില്യൻ്റിനോട് ഞാൻ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയോ? മിസ്സിൻ്റെ ഓൺ യൂട്യൂബ് ഐ ഡിയിൽ മിസ് സബ്സ്ക്രൈബ് ചെയ്യാം. മൈ നെയിം ഇസ് ആദിജ. ഹായ് ആദിജ. മിസ് ടുമോറോ എക്സാം ആണ്. ബയോളജിയോ? നിങ്ങൾ എന്നിട്ട് പഠിച്ചു കഴിഞ്ഞോ ബയോളജി? എളുപ്പമല്ലേ ഗൈസ്? നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എന്നാലും സുഖമായിട്ട് കിട്ടുന്നില്ലേ? മിസ് ടുമോറോ എക്സാം ഓഫ് ബയോളജി. നിങ്ങൾക്ക് എക്സാം ഓഫ് ബയോളജി ആണോ? ബേസിക് സയൻസിൻ്റെ ആണല്ലോ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്. അതാണ് നമ്മളിപ്പോൾ മാരത്തോൺ പോലെ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൊബാക്കോ ഡിക്കോഷൻ ഏതാണ്? എന്താണ് ടൊബാക്കോ ഡിക്കോഷൻ? ഒരു ബയോ ഫെർട്ടിലൈസർ ആണോ? ഒരു ബയോ പെസ്റ്റിസൈഡ് ആണോ? ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണോ? ഒരു വീഡിസൈഡ് ആണോ? വിച്ച് വൺ ഇസ് ഇറ്റ്? പുകയില കഷായം എന്നത് എന്താണ്? ജൈവവളം, ജൈവ കീടനാശിനി, രാസവളം, കളനാശിനി. ഇതിൽ ഏതാണ് ടൊബാക്കോ ഡിക്കോഷൻ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുണ്ട് ടൊബാക്കോ ഡിക്കോഷനെ കുറിച്ച്. ഹൗ ടു മേക്ക് ടൊബാക്കോ ഡിക്കോഷൻ. നമ്മൾ ടൊബാക്കോ ലീവ്സും വാട്ടറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ടൊബാക്കോ ഡിക്കോഷൻ ഉണ്ടാക്കിയത്. ടു കൺട്രോൾ ആരെ? പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ വിച്ച് വിൽ ബി ദ ആൻസർ? ഇതിൽ ഏതായിരിക്കും ആൻസർ വരാം? മാം പ്ലീസ് ഡ്രോ പിക്ചർ. അത് അനന്തു സാറ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നോടത് പറയുന്നത് എന്നെനിക്കറിയാം. ഞാൻ വരയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട്. സോ മിസ്സിന് ഇപ്പോൾ പെട്ടെന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ കിട്ടത്തില്ല.
ഏതാണ് ആൻസർ? യാ എല്ലാവരും പറയുന്നുണ്ടല്ലോ. യാ വെരി ഗുഡ്, ബി ബയോ പെസ്റ്റിസൈഡ്. വെരി ഗുഡ്. നമ്മൾ പെസ്റ്റിനെ കില്ല് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ടൊബാക്കോ ഡിക്കോഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ബയോളജിക്കൽ പെസ്റ്റിസൈഡ് ഓർ ബയോളജിക്കൽ പെസ്റ്റ് പോലും കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ദ ആൻസർ ഇസ് ബയോ പെസ്റ്റിസൈഡ്. വെരി ഗുഡ്. ഓക്കെ, ജൈവ കീടനാശിനിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്നാലും ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. ഓക്കെ, ഞാൻ പറയാം, എന്തായാലും പറയാം, ഉപകാരം ആവട്ടെ. ഓക്കെ, മിസ് പറയാം കേട്ടോ. ഓക്കെ, ദ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള. കേരളയുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആരാടാ? നിങ്ങൾക്കറിയും. നിങ്ങൾക്ക് ഇതറിയാതെ നിങ്ങൾ പോകത്തില്ല. വേഗം പറയൂ, വേഗം പറയൂ. സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള. കേരളയിലെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഏതാ? യെല്ലോ ബട്ടർഫ്ലൈ ആണോ, കോമൺ ഇന്ത്യൻ ക്രോ ആണോ, ബുദ്ധമയൂരി ആണോ, ബ്ലൂമോ മോർമോൺ ബട്ടർഫ്ലൈ ആണോ? വിച്ച് വിൽ ബി ദ ആൻസർ? കേരളത്തിലെ സംസ്ഥാന ചിത്രശലഭം മഞ്ഞ പാപ്പാത്തിയാണോ, ഗരുഡശലഭമാണോ, ബുദ്ധമയൂരിയാണോ, കൃഷ്ണശലഭമാണോ? വിച്ച് വിൽ ബി ദ ആൻസർ? ഏതായിരിക്കും? ആർച്ച. വെരി ഗുഡ്, ബുദ്ധമയൂരിയാണ് കേട്ടോ. വെരി ഗുഡ്, ബുദ്ധമയൂരി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഇതേ കോൺഫിഡൻസിൽ പോയിട്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുക. സോ നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി വരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, സോ ദ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള എന്ന് പറയുന്നത് ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരി ഈസ് ദ വെരി ഗുഡ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ റെവല്യൂഷൻ ചേഞ്ച് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. ഇതിൽ ഏത് റെവല്യൂഷനാണ് മിൽക്ക് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? വേഗം പറഞ്ഞേ, ഏത് വണ്ണാണ് മിൽക്ക് പ്രൊഡക്ഷനായിട്ടുള്ള ഒരു റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്? ഏതാണ് ഗൈസ്? വേഗം പോരട്ടെ. കോൾ മൈ നെയിം ആരൻ. ഹായ് ആരൻ. പറഞ്ഞോ, ഏതാണ് ആൻസർ? യാ വെരി ഗുഡ് അപർണ, വെരി ഗുഡ്. വൈറ്റ് റെവല്യൂഷനാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, മിൽക്ക് ഇസ് വൈറ്റ് കളർ അല്ലേ, അപ്പോൾ വൈറ്റ് റെവല്യൂഷൻ. പിന്നെ ഇപ്പോൾ ഫിഷിൻ്റെതൊക്കെയാണ് വരുന്നതെങ്കിൽ ബ്ലൂ റെവല്യൂഷൻ. ഫിഷസിൻ്റെ ഒക്കെ വരികയാണെങ്കിൽ ബ്ലൂ റെവല്യൂഷൻ. പിന്നെ നമ്മുടെ പ്ലാന്റ്സ്, ഹൈബ്രിഡ് പ്ലാന്റ്സിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രീൻ റെവല്യൂഷൻ. സീഡ്സും അത് വയബിൾ സീഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ റെവല്യൂഷൻ. ഓക്കെ, പിന്നെ മസ്റ്റാർഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ രീതിയിലൊക്കെ വരുന്നതൊക്കെയാണ് യെല്ലോ റെവല്യൂഷൻ, അങ്ങനെയൊക്കെ പോകുന്നത്. ഓക്കെ, സോ ആ കാര്യമൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സോ മിൽക്കിൻ്റെ വേഗം നിങ്ങൾക്ക് കിട്ടും വൈറ്റ് റെവല്യൂഷൻ. ഓക്കെ, ഓ മിസ് ഒരു ഡയറി മിൽക്ക് വാങ്ങിത്തരാൻ പറഞ്ഞാൽ ഓക്കെ, അതിന് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമോ ഡയറി മിൽക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്? മിസ് വരാം. ഓക്കെ 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 ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂട്രീഷണൽ പ്രോസസ് ഇൻ വിച്ച് ദ അബ്സോർബ്ഡ് കോമ്പോണൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ബോഡി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനായിരുന്നു. ആ ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ ന്യൂട്രീഷണൽ പ്രോസസ് ഇൻ വിച്ച് ദ അബ്സോർബ്ഡ് കോമ്പോണൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ബോഡി. നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുള്ള കോമ്പോണൻസ് നമ്മുടെ പാർട്ട് ഓഫ് ദ ബോഡി ആവണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അബ്സോർബ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും വേഗം നിങ്ങൾ പോയി അബ്സോർപ്ഷൻ കുത്തും. അബ്സോർപ്ഷൻ കുത്തരുത്. ഓക്കെ, ദ ന്യൂട്രീഷണൽ പ്രോസസ് ഇൻ വിച്ച് ദ അബ്സോർബ് കോമ്പോണൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ബോഡി എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. എന്തായിരിക്കും വരിക ആൻസർ? ഡൈജഷൻ ആണോ, ഇൻജക്ഷൻ ആണോ, അസിമിലേഷൻ ആണോ, അബ്സോർപ്ഷൻ ആണോ? ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭാഗമാകുന്ന പോഷക പ്രക്രിയ ദഹനമാണോ, അല്ലെങ്കിൽ ഏതാണ്? ആഹാര സ്വീകരണമാണോ, സ്വാംശീകരണമാണോ, ആഗീരണമാണോ? വിച്ച് വൺ വിൽ ബി ദ ആൻസർ? ഏതായിരിക്കും ഗൈസ്? ശരിക്കും ആലോചിച്ചിട്ട് ഉത്തരം പറയണേ. യാ വെരി ഗുഡ്, എവറിബഡി ഈസ് സേയിങ് ഓപ്ഷൻ സി. സ്റ്റീഫൻ വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് സ്വാംശീകരണം, വിച്ച് ഇസ് കോൾഡ് ആസ് അസിമിലേഷൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. വിച്ച് ഇസ് ടേക്കൺ ആസ് എ പാർട്ട് ഓഫ് എ ബോഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മൾ അതിനെ അസിമിലേഷൻ എന്നാണ് പറയാം. ഓക്കെ, വെരി ഗുഡ്. അതൊക്കെ സെറ്റാക്കി തരാം ടീച്ചർ, നല്ല മനസ്സാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ, നല്ല മനസ്സാണ്. ഓക്കെ, ഇൽനെസ് കോസ്ഡ് ബൈ എക്സസീവ് ആൽക്കഹോളിസം. ഓക്കെ, മിസ് പറയാം, കാര്യം നടക്കുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് മിസ് പറയാം. ഓക്കെ, ഇൽനെസ് കോസ്ഡ് ബൈ എക്സസീവ് ആൽക്കഹോളിസം. ആൽക്കഹോളിസം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം അതേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഗൈസ് അസുഖം? ഏതായിരിക്കും അസുഖം വരിക? ഏതായിരിക്കും വരിക? ലിവർ സിറോസിസ് ആണോ, കിഡ്നി സ്റ്റോൺ ആണോ, ബ്രെയിൻ ട്യൂമർ ആണോ, ഹെഡേക്ക് ആണോ? അമിത മദ്യപാനം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? കരൾ വീക്കമാണോ, കിഡ്നി സ്റ്റോൺ ആണോ, ബ്രെയിൻ ട്യൂമർ ആണോ, തലവേദനയാണോ? ഏതായിരിക്കും? നമ്മുടെ ലൈക്ക് ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായാലും ഒരാളെ അടിച്ചു പോകാറുള്ളൂ. ഏതാണ് അയാൾ? ഏതോ ഒരു ഭാഗം അടിച്ചു പോകും നമ്മൾ പറയാറുണ്ട്. ഏതായിരിക്കും? ഏതാണ്? യാ വെരി ഗുഡ്, ലിവർ ആണ് ഗൈസ് അടിച്ചു പോകുന്നത്. ലിവർ സിറോസിസ് ആണ് ഉണ്ടാവാറ്. ഓക്കെ, കരൾ വീക്കമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പെൻഡ് ദ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ വാട്ടർ ആൻഡ് മിനറൽസ്? സോറി, മിനറൽസ്.
ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസസ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതോ ഒരാൾ വാട്ടറിനും മിനറൽസിനും വേണ്ടിയിട്ട് നമ്മളെ ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആരാണ് അയാൾ എന്നാണ് കണ്ടുപിടിക്കുന്നത്. കസ്ക്യൂട്ടയാണോ, ലൊറാന്തസ് ആണോ, വാൻറ്റയാണോ, റഫ്ലേഷ്യയാണോ? ഇതിൽ 4 പേരിൽ ആരാണ് നമ്മുടെ വാട്ടറും ഫുഡില്ല, വാട്ടറും മിനറൽസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാരായിരിക്കും? വിച്ച് ഇസ് മീനിങ് അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. കാരണം അതെന്താണ്, ഇവിടെ ഫുഡ് വേണ്ട, വാട്ടറിനും മിനറൽസിനും മാത്രമേ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഫുഡ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സംവാട്ട് ഹിയർ കൊടുത്തിട്ടുള്ള ആൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്. സോ ഇതിൽ ആരായിരിക്കും വരിക? എവറിബഡി ഈസ് സേയിങ് ഏതാണ്? ബിയും പറയുന്നുണ്ട്, എയും പറയുന്നുണ്ട്, ചില ആൾക്കാർ എ പറയുന്നുണ്ട്. ആൻസർ ബി, ലൊറാന്തസ് ആണ്. ഓക്കെ, ബിക്കോസ് ലൊറാന്തസിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ടറും മിനറൽസും മാത്രം മതി. അപ്പോൾ ആരാണ് വരിക? വാട്ടറും മിനറൽസും മാത്രം വേണ്ടത് ലൊറാന്തസിനാണ്. ഇവന് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്. ബിക്കോസ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, ഇവർ ഫോട്ടോസിന്തറ്റിക്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് ഇവർക്ക് ആരെ മാത്രം മതി? ഇനി വാട്ടറിനെയും മിനറൽസിനെയും മാത്രം മതി. ഓക്കെ, ചില ആൾക്കാർ എ പറഞ്ഞു, കസ്ക്യൂട്ട പറഞ്ഞു. കസ്ക്യൂട്ടേൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ കസ്ക്യൂട്ട ഇസ് നോർമലി യെല്ലോ ഇൻ കളർ. ഡോഡോ പ്ലാന്റ് എന്ന് വിളിക്കുന്ന കസ്ക്യൂട്ട യെല്ലോ ഇൻ കളറാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് എന്താ, അവർ ഫോട്ടോസിന്തറ്റിക്കേ അല്ല. അപ്പോൾ അതിനർത്ഥം എന്താ, അവർക്ക് ഫുഡും വേണം, വാട്ടറും വേണം, മിനറൽസും വേണം. അപ്പോൾ 3 കാര്യങ്ങൾ അവർക്ക് വേണം. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കസ്ക്യൂട്ട കുത്താം. 2 പേരെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളെങ്കിൽ അതിനർത്ഥം എന്താണ്? ദേ ആർ നോർമലി ലൊറാന്തസ് ആയിരിക്കും. ഓക്കെ ആണോ? Okay. Miss called my name Neha. Hi Neha. So Loranthus ആണ് ആൻസർ. Okay. Okay. Then which one does not belong to the Rice Research Center? ഇതിൽ ഏതോ ഒരാൾ റൈസ് റിസർച്ച് സെൻറ്റർ ഇല്ലാത്ത സ്ഥലമാണ്. ബാക്കി 3 ആളും റൈസ് റിസർച്ച് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഏതാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത്? ഏതാണ്? വൈറ്റിലിയാണോ, കായംകുളമാണോ, പട്ടാമ്പിയാണോ, ഓടക്കല്ലിയാണോ? വിച്ച് വൺ വിൽ ബി ദ ആൻസർ? ഏതായിരിക്കും? ഇവിടെ റൈസ് റിസർച്ച് സെൻറ്റർ ഇല്ല കേട്ടോ, അത് നിങ്ങൾ ഓർക്കണം. റൈസിൻ്റെ റിസർച്ച് സെൻറ്റർ അവിടെ ഇല്ല. ഇല്ലാത്ത സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇല്ലാത്ത സ്ഥലം ഏതടാ? ഓടക്കല്ലി. വെരി ഗുഡ്. ഓടക്കല്ലിയാണ് ആൻസർ. ഓക്കെ, ഓടക്കല്ലിയിൽ മാത്രം റൈസ് റിസർച്ച് സെൻറ്റർ ഇല്ല ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈജസ്റ്റീവ് ജ്യൂസസ് ദാറ്റ് ഹെൽപ്പ് ടു ഡൈജസ്റ്റ് ഫാറ്റ്. ഇതിലേതോ ഒരാൾ ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്, അതിൽ തന്നെ അവൻ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വിച്ച് വിൽ ബി ദ ആൻസർ? ഗ്യാസ്ട്രിക് ജ്യൂസ് ആണോ, ബൈലാണോ, ഡൈജസ്റ്റീവ് ജ്യൂസ് ആണോ, ഇഗ്നീഷ്യസ് ആണോ? ഏതാണ് വരിക? ആമാശയമുണ്ട്, ഉമിനീരിലെ ദഹനരസമുണ്ട്, പിത്തരസമുണ്ട്. ഇതിലേതാ വരിക? ഏതായിരിക്കും നമ്മളുടെ ഇതിൽ? ഒരാൾ ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്, വിച്ച് നോർമലി ഡൈജസ്റ്റ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. ആരായിരിക്കും? വെരി ഗുഡ് അപർണ. ബൈലാണ്. സോ ബൈലിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റാ. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റാണ് ചെയ്യുക. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഓക്കെ, അത് പറഞ്ഞാൽ ഫാറ്റിനെ നല്ലോണം ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നതാണ് അവരുടെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഡൈജസ്റ്റീവ് ജ്യൂസിൽ ഏതാണ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുക ചോദിച്ചാൽ അവിടെ പിത്തരസം കണ്ടാൽ ഉറപ്പിച്ചോളൂ, ബൈലാണ് ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈൽ. വെരി ഗുഡ്. ബൈൽ സ്റ്റീഫൻ പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത്, ഇത് നിങ്ങൾ കോമൺലി കേട്ടിട്ടുള്ളതാണ്, FSSAI. FSSAIയുടെ പൂർണ്ണ രൂപം, കംപ്ലീറ്റ് ദ ഫുൾ ഫോം ഓഫ് FSSAI. ആരാടാ FSSAI? വേഗം പറഞ്ഞേ. വിച്ച് വൺ വിൽ ബി FSSAI? അല്ലോ, മിസ് ടെൽ മൈ നെയിം. സാമിൻ്റെ പേര് സാം സുഭാഷ് തന്നെ. സാം സുഭാഷ് എസ്. കറക്റ്റ് അല്ലേ? അതെ, മിസ് മറന്നിട്ടില്ല. ശരിക്കും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റഗ്രാം ID വേണോ? മിസ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ID. മിസ് ഇത് കഴിയുമ്പോൾ മിസ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ID പറയാം കേട്ടോ, ഉറപ്പായിട്ടും പറയാം. നിങ്ങൾ കണ്ടുപിടിക്കുക. FSSAIയുടെ പൂർണ്ണ രൂപം ഗൈസ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും. വെരി ഗുഡ്. എലൻ. വെരി ഗുഡ് സ്റ്റീഫൻ. വെരി ഗുഡ്. എന്ന് പറയുന്നുണ്ട്. ഹായ് ഇസ. ഓക്കെ, സോ ആണ് എല്ലാവരും ആൻസർ പറയുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതാണ് നമ്മുടെ FSSAIയുടെ ഫുൾ നെയിം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. വെരി ഗുഡ്.
The next question, a plant that reproduces both sexually and asexually. ഒരേ സമയം ലൈംഗിക പ്രത്യുത്പാദനവും കായിക പ്രജനനവും നടത്തുന്ന ഒരു സസ്യം. They can both എക്സെക്ഷുവലിയും സെക്ഷുവലിയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ ജനറേഷൻസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആരാണ്? മുരിങ്ക ആണോ, കൊക്കനട്ട് ആണോ, പംകിൻ ആണോ, യാം ആണോ? വിച്ച് വൺ വിൽ ബി ദ ആൻസർ? ഏതായിരിക്കും ഗൈസ് ആൻസർ? ആൻസർ ഏത് ഗൈസ്? ഏതായിരിക്കും? യാ വെരി ഗുഡ്. ഏതാണ്? യാ അപർണ വെരി ഗുഡ്. എ ആണ് ആൻസർ. മുരിങ്ക ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫ്രൂട്ട്. കപടഫലത്തിന് ഉദാഹരണമാണ് ആരാണ് ഇവിടെ? ദാറ്റ് ഇസ് ഫാൾസ് ഫ്രൂട്ട് എന്ന് കൂടെ നമ്മൾ പറയും. ദിസ് ഇസ് സ്യൂഡോ ഫ്രൂട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെന്തുകൂടെ വിളിക്കും? ഫാൾസ് ഫ്രൂട്ട് എന്നും കൂടെ വിളിക്കും. സോ വിച്ച് വൺ വിൽ ബി ദ ആൻസർ? ഫാൾസ് ഫ്രൂട്ട് ഓർ സ്യൂഡോ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ജാക്ക് ഫ്രൂട്ട് ആണോ, കാഷ്യൂ ആണോ, മാംഗോ ആണോ, പൊമഗ്രാനൈറ്റ് ആണോ? ഫാൾസ് ആയിരിക്കും. നമ്മളെ പറ്റിക്കും. അങ്ങനത്തെ ഫാൾസ് ഫ്രൂട്ട് ഏതാണ്? മുരിങ്ക, നേഹ. ഓക്കെ, വെരി ഗുഡ്. ഏതാ വരിക? ഫാൾസ് ഫ്രൂട്ട് എന്ന് നമ്മൾ അറിയപ്പെടുന്ന, സ്യൂഡോ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അമലു മിസ് വന്നിട്ടുണ്ട്. അമലു മിസ്സിനെ അനന്തു സാർ ഒരു പരിപാടി തന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനാണോ പാട്ടുകാരി എന്ന്. പക്ഷെ ഞാനല്ല ആ പാട്ടുകാരി. ദ പാട്ടുകാരി ഈസ് കമ്മിങ്. ഓക്കെ, അപ്പം നിന്റെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ആ പാട്ടുകാരി വരും. യാ, കാഷ്യൂ സ്റ്റീഫൻ. വെരി ഗുഡ്. ഏതാണ്? കാഷ്യൂ ഓർ കശുമാങ്ങ ആണ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അവർക്ക് അവരുടെ പേരും വിളിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഉത്തരം പ്ലസ് അവരുടെ പേരിട്ടു. അപ്പോൾ കാഷ്യൂ സ്റ്റീഫൻ. അടുത്തത്, ഫൈൻഡ് ദ ഓഡ് വൺ. ഏതാ വരിക? ബോൺ മീൽ ഉണ്ട്, കമ്പോസ്റ്റ് ഉണ്ട്, യൂറിയ ഉണ്ട്, ചിക്കൻ മെന്യൂർ ഉണ്ട്. ഇതിലേതാണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്? ഇതിലേതാ ഓഡ് വൺ വരിക? വിച്ച് വൺ വിൽ ബി ദ ഓഡ് വൺ? ബോൺ മീൽ, കമ്പോസ്റ്റ്, യൂറിയ, ചിക്കൻ മെന്യൂർ. ഇതിലേതായിരിക്കും ഓഡ് വൺ വരിക? യാ വെരി ഗുഡ്. സി, യൂറിയ ആണ് ഓഡ് വൺ ആയിട്ട് വരിക. ബാക്കി ബോൺ മീലും കമ്പോസ്റ്റും ചിക്കൻ മെന്യൂറും ഒക്കെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള എന്താണ് ഫെർട്ടിലൈസേഴ്സ് എന്ന രീതിയിൽ നമ്മൾ പറയാം. ഇവർ മാത്രം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ അല്ലേ? സോ യൂറിയ ഇസ് ദ ആൻസർ. വെരി ഗുഡ്. എല്ലാവർക്കും യൂറിയ സ്റ്റീഫൻ. അഭിനവ് യൂറിയ. വാ, വെരി ഗുഡ്. ഓക്കെ, അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് ദ ജിഞ്ചർ ന്യൂ സാപ്ലിങ്സ് ആർ ഫോംഡ്? ജിഞ്ചറിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് ന്യൂ സാപ്ലിങ്സ് ഉണ്ടാകുന്നത്? ഇഞ്ചിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്? ഏതാണ്? വേരാണോ, തണ്ടാണോ? ഏതാണ്? റൂട്ട്, സ്റ്റെം, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ലീഫ്. ഇതിലേതാണ് പുതിയതായിട്ടുണ്ടാവുക? ഏതായിരിക്കും? വിച്ച് പാർട്ട് ഓഫ് ദ ജിഞ്ചർ ന്യൂ സാപ്ലിങ്സ് ആർ ഫൗണ്ട്? മിസ് എൻ്റെ പേര് മാത്രം വിളിച്ചില്ല. മിസ് കണ്ടില്ല ഗൈസ്. ദക്ഷ. ദക്ഷ ആണോ? ഹായ് ദക്ഷ. ദക്ഷയുടെ പേര് മാത്രം കണ്ടില്ല സത്യമായിട്ടും. യൂറിയ കെമിക്കൽ ഫെർട്ടിലൈസർ. യാ സാം, വെരി ഗുഡ്. ഏതാണ്? റൂട്ടല്ല മോനെ, റൂട്ടല്ല, തെറ്റി. യാ വെരി ഗുഡ്. ഏതാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം. സി ആയിട്ടുള്ള പാർട്ടാണ് എന്താണ് ജിഞ്ചറിൻ്റെ ന്യൂ സാപ്ലിങ്സ് കൊണ്ടുവരുന്നത്. സി. ഓക്കെ, സി ഇസ് ദ റൈറ്റ് ആൻസർ. എ പറയുന്നവർ തെറ്റിയിരിക്കുന്നു ഗൈസ്. എ അല്ല, സി ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് നമ്മുടെ ജിഞ്ചർ ന്യൂ സാപ്ലിങ്സ് കൊണ്ടുവരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? ഇതിലേതോ ഒരാൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല. അതാരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ആരാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത്? ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നോസ്ട്രിലാണ്, നാസ്ട്രിലല്ല, നോസ്ട്രിലാണ് വരിക. അപ്പം നിങ്ങൾ പറ, വിച്ച് ശ്വാസന. ഓ, അത് വേണ്ട, അത് ശരിയാവില്ല. അപ്പോൾ വേഗം പറയും ഉത്തരം എന്താ വരിക? വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇല്ല, തെറ്റി. കാപ്പിലറി, നോസ്ട്രൽ, ട്രക്കിയ, എയർ സാക്സ്. ഏതാ വരിക? കാപ്പിലറി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നോസ്ട്രലും ട്രക്കിയയും എയർ സാക്സും എന്താണ്? അതൊക്കെ പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഏതാണ്? 1.2 മീറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ 5 to 6 മീറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ 2 to 4 മീറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ 6 to 7 മീറ്റേഴ്സ് ആണോ? ഏതാണ് ലെങ്ത് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? റെസ്പിറേറ്ററി സിസ്റ്റം അല്ല, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എന്താണ് വരുന്നത്?
1 to 2 meter, 5 to 6 meter, 2 to 4 meter, 6 to 7 meter. 5 to 6 ആണോ? ഓർപ്പിച്ചോ? എല്ലാവരും 5 to 6, 5 to 6 എന്നാണ് പറയുന്നത്. യാ 6 to 7 is the right answer. 6 to 7 ആണ് ഗൈസ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ലെങ്ത്ത്. നിങ്ങൾ 5 to 6 എന്നാണോ പഠിച്ചിട്ടുള്ളത്? മിസ് ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഗൈസ്? കുറച്ചും കൂടെ ക്വസ്റ്റ്യനേ ഉള്ളൂ, കുറച്ചും കൂടി ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനി അടുത്ത അമലു മിസ് വരുന്നുണ്ടാവും, വെറും 4 ക്വസ്റ്റ്യൻ കൂടി. ഓക്കെ, സോ ദ ആൻസർ 6 to 7 മീറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ എ ബയോപെസ്റ്റ് കൺട്രോൾ. ഒരു ബയോപെസ്റ്റ് കൺട്രോളിൽ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? ട്രൈക്കോഗ്രാമർ ആണോ, റൈസോബിയം ആണോ, ഐസോറ്റോബാക്ടർ ആണോ, എസോളയാണോ? ഏതാണ്? ട്രൈക്കോഗ്രാമർ, റൈസോബിയം, എസിറ്റോബാക്ടർ അല്ലെങ്കിൽ എസോള? ഇതിൽ ഏതാണ് ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ബയോപെസ്റ്റ് കൺട്രോൾ? ജൈവ കീട നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മാണു ഏതാണ്? ഇതിലേതാ വരിക? ട്രൈക്കോഗ്രാമ ഉണ്ട്, അസോള ഉണ്ട്, റൈസോബിയം ഉണ്ട്, എസിറ്റോബാക്ടർ ഉണ്ട്. വിച്ച് വൺ വിൽ ബി ദ ആൻസർ? എ. യാ വെരി ഗുഡ്, ട്രൈക്കോഗ്രാമർ ആണ് ആൻസർ. ബാക്കി എല്ലാവരും ഇത് രണ്ടും നൈട്രജൻ ഫിക്സേഷനാണ് വരുന്നത്. റൈസോബിയവും എസിറ്റോബാക്ടറും നൈട്രജൻ ഫിക്സേഷനിലാണ് വരുന്നത്. എസോള ഒരു ഗ്രീൻ ആൽഗെ മോഡൽ ഓഫ് ആളാണ് വരുന്നത്, വിച്ച് ഇസ് ബയോപെസ്റ്റ് കൺട്രോളിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ട്രൈക്കോഗ്രാമർ ഇസ് ദ ആൻസർ വിച്ച് ഇസ് നോർമലി യൂസ്ഡ് ആസ് എ ബയോപെസ്റ്റ് കൺട്രോളിൽ യൂസ് ചെയ്യുന്ന ആളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഓഡ് വൺ? ഹാർട്ട്, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് ലങ്സ്. ഹൃദയമാണോ, ധമനികളാണോ, സിരകളാണോ, ശ്വാസകോശമാണോ? ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? എസിറ്റോബാക്ടർ അല്ല ഗൈസ്. എസിറ്റോബാക്ടർ ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയിലേക്ക് വരുന്ന ആളാണ്. അതേപോലെ തന്നെ റൈസോബിയവും അങ്ങനെ വരുന്ന ആളാണ്. ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? എഫ്. ഹാർട്ട്, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് ലങ്സ്. ഏതാ വരിക ഓഡ് വൺ? യാ ഡി, ലങ്സ്. അത് എളുപ്പമല്ലേ? ലങ്സ് സ്റ്റീഫൻ, വെരി ഗുഡ്. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് നാഗ ലെയറിംഗ് ഇസ് എഫക്റ്റീവ്? സപ്പോർട്ട ആണോ, പംകിൻ ആണോ, ജാസ്മിൻ ആണോ, കുക്കുംബർ ആണോ? നിങ്ങൾ നാഗ ലെയറിംഗ് എന്നല്ല പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്നാണ്. അപ്പോൾ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് ചോദിക്കുന്നതും നാഗ ലെയറിംഗ് എന്ന് ചോദിക്കുന്നതും ഒന്നാണ്. രണ്ടും ഒരു പാമ്പ് പോലെയാണല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം പറയൂ. നാഗ ലെയറിംഗ് ഇതിൽ ഏതിലാണ് നമ്മൾ ചെയ്യുക? സപ്പോർട്ടയാണോ, പംകിൻ ആണോ, ജാസ്മിൻ ആണോ, കുക്കുംബർ ആണോ? ഏതാണ് ആൻസർ? നോ, അപർണ സപ്പോർട്ടയല്ല. സപ്പോർട്ടയാണല്ലോ എല്ലാവരും പറയുന്നത്. ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയേ. നാഗ ലെയറിംഗ് ഇസ് പോസിബിളി ഓൺ അഭിനവ്. ജാസ്മിൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ജാസ്മിൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതുള്ളത്. ഈ ഡിസീസസ് കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്തിട്ട് ഏതാണ് ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ, ഇനി കഴിഞ്ഞു. യാ ജാസ്മിൻ ആണ്. അടുത്തത്, ഏതാണ് ഡിസീസ്, അതിൻ്റെ വാക്സിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. പോളിയോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്സിൻ ഏതാണ്? ജപ്പാനീസ് എൻസെഫലൈറ്റിസ് അതിൻ്റെ വാക്സിൻ ഏതാണ്? ട്യൂബർകുലോസിസ് അതിൻ്റെ വാക്സിൻ ഏതാണ്? നിങ്ങൾക്കിതിൽ ഒരു കാര്യം അറിയാം, ട്യൂബർകുലോസിസ് BCG ആണെന്നറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ വേഗം? ട്യൂബർകുലോസിസ് BCG ആണ്. പോളിയോ വരുന്നത് FIPV. ഓക്കെ, ആൻഡ് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് JEV. ഓക്കെ ആണോ? ഇത് FIPV എന്ന് പറഞ്ഞാൽ ഫോർമാലിൻ ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് ആണ്. ഓക്കെ, മറ്റേത് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വൈറസ് ആണ്. സോ ദ ആൻസർ ഇസ് A2B3C1. സി ആണ് ആൻസർ. യാ വെരി ഗുഡ്. ഇനി ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ അമലു മിസ് പാട്ടൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ? ഇതിൽ ഏതാണ് ബയോളജിക്കൽ മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ?
ഏതായിരിക്കും? യൂസിങ് ഫെറമോൺ ട്രാപ്സ് ടു ക്യാച്ച് പെസ്റ്റ് ആണോ? സ്പ്രേയിങ് ടൊബാക്കോ ടിങ്ചർ ഓർ ഇൻഫെക്റ്റഡ് ലീവ്സ് ആണോ? യൂസിങ് ലേഡി ബങ്സ് ടു ഫീഡ് ഓൺ ഹാംഫുൾ ഇൻസെക്ട്സ് ആണോ? മാനുവലി പിക്കിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് പെസ്റ്റ് ലാവയാണോ? ഇതിലേതാണ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ? ഏതാണ് വരിക? യാ, വെരി ഗുഡ്, സി ആണ് ആൻസർ. ഓക്കെ, യൂസിങ് ലേഡി ബഗ്സ് ടു ഫീഡ് ഓൺ ദ ഹാംഫുൾ ഇൻസെക്ട്സ്. ഓക്കെ അല്ലേ? സോ എല്ലാവരും ഒരുവിധം എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളി ആൾക്കാരാണ്. സോ ഇനി നമ്മൾ അടുത്തത് കെമിസ്ട്രി ആയിരിക്കും വരുന്നുണ്ടാവുക. അമലു മിസ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ, എല്ലാം ചോദിച്ചോളൂ, ഒന്നും ചോദിക്കാൻ പഠിക്കേണ്ട, എന്തും ചോദിച്ചോളൂ. ഓക്കെ, സോ ഇനി നമ്മൾ അമലു മിസ്സിൻ്റെ ക്ലാസ്സസ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ആരും പോവരുത്, വെയിറ്റ് ഫോർ ഹർ. ഹേ ഗായ്സ്, യെസ്, അപ്പം നമ്മുടെ വെനീസ മിസ് പതിയെ പടി ഇറങ്ങിയിട്ടുണ്ട്. മിസ് ബോണിയുടെ പേര് വിളിക്കാൻ അറിയാതെ വിട്ടുപോയി എന്ന് പറഞ്ഞിരുന്നു. മിസ് ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം മിസ്സിൻ്റെ ക്ലാസ്സിൽ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു, ആക്റ്റീവ് ആയിരുന്നു. ഫിസിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫിസിക്സ് ആൻഡ് ബയോളജി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അല്ലേ? യെസ്. അപ്പം മിസ് ഒരു കാര്യം പറയാം, നമ്മുടെ USSൻ്റെ എക്സാമിന് ബേസിക് സയൻസിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ബയോളജി എന്നാണ് കേട്ടോ. അപ്പം നിങ്ങളെപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് ഉള്ളത് ബയോളജിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സ് ആണ്, അതും കഴിഞ്ഞിട്ടാണ് കെമിസ്ട്രി. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് കെമിസ്ട്രി പഠിക്കണ്ടെന്നല്ല മിസ് പറഞ്ഞത്. മൂന്നും നമ്മൾ ഒരേപോലെ തന്നെ പഠിക്കണം. പക്ഷെ നമ്മൾ എപ്പോഴും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കിനും കുറച്ച് സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, സോങ് ഒക്കെ ക്ലാസ്സിൻ്റെ അവസാനം. ഓക്കെ, ക്ലാസ്സിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും പാടാം. ഓക്കെ, യാ ഫൈൻ. മിലയ എന്നാണോ പറയുന്നത്? ഞാൻ ആദ്യം ഒന്ന് വന്നായിരുന്നു കേട്ടോ. മിസ്സിൻ്റെ പേര് അമലു എന്നാണ്. ആദ്യം ഇല്ലാഞ്ഞവർക്ക് വേണ്ടി മിസ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പാട്ടൊക്കെ പാടാം കുട്ട മഞ്ജു. പാടാം പാട്ടൊക്കെ പാടാം. ആദ്യ പാട്ട് പാടിയാൽ ഒരു ഗുമ്മില്ല, നമുക്ക് ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ അവസാനം പാടാം. ഓക്കെ, ഞാൻ പാടിയിരിക്കും. യാ ഫൈൻ. സോ നമുക്ക് പതിയെ കെമിസ്ട്രിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എന്നിട്ട് സാറും വെനീസ മിസ്സും അത്യാവശ്യം നന്നായിട്ട് ഫിസിക്സും ബയോളജി നിങ്ങളെ പഠിപ്പിച്ചു. ഇനി മിസ്സിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കെമിസ്ട്രി പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അനുക്കുട്ടി, ഹലോ. യെസ്, അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്കുള്ള കുറച്ച് കെമിസ്ട്രി പഠിക്കാം. ഓക്കെ, പഠിച്ചതിന് ശേഷം നമുക്ക് ഹായ് സാം സുഭാഷ് അല്ലേ? സാം സുഭാഷ് എന്നല്ലേ? യാ സാം. ഓക്കെ, ആദിജ. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ ഐഡിയ ആദ്യം കാണത്തുള്ളൂ, ഓർത്തിരിക്കത്തില്ല പേരൊന്നും. ചിലപ്പോൾ ഐഡിയ നോക്കി നേരെ കയറി വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ഹലോ ജോബി, ഹലോ പാപ്പു. ഓക്കെ, ഐഡിയ വെച്ച് മാത്രം വിളിക്കുന്നതാണ്, നിങ്ങളുടെ പേര് അറിയില്ല. ഇസ, അബിൻ. ഓക്കെ, ബോണിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഹലോ ബോണി. ഓക്കെ, യെസ്. അപ്പോൾ ഇനി വെറുതെ നമ്മൾ സമയം കളയുന്നില്ല. നിങ്ങൾ എന്താണെങ്കിലും പഠിക്കുന്നതിൻ്റെ ഒരു മൂഡിലാണ്. അപ്പം കെമിസ്ട്രി പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് തന്നേ.
മിസ് ബ്ലൂ യൂണിഫോം അല്ലേ? അപ്പോൾ ഒരു ബ്ലൂ ഹാർട്ട് പെട്ടെന്ന് തന്നു. കെമിസ്ട്രി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, റെഡി അല്ല എന്ന് മാത്രം പറയരുത്, റെഡി ആവണം. കാരണം നമുക്ക് അടുത്ത ദിവസം എക്സാം ആണല്ലോ. അപ്പം ഹലോ ഹലോ ഹായ് ഗൗരി, ഹലോ ഹായ് അമലു മിസ്. ഗൗരിയാന്നല്ലോ ഉദ്ദേശിച്ചേ. ഹലോ അലൻ മിസ്, മൈ സിസ്റ്റർ ഹിയർ. ഓക്കെ ഫൈൻ. എല്ലാവർക്കും ഹായ് 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 ഹായ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി പഠിക്കാൻ റെഡി ആണെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് തരാമോ? യാ, ആർച്ചക്കുട്ടിയുടെ വന്നു, അബിൻ്റെ വന്നു. ഓക്കെ, പല ബ്ലൂ ഹാർട്ടുകൾ കാണാൻ പറ്റുമല്ലോ. യെസ്, റോജി, അബിൻ, സാം. ഓക്കെ, ടിൻറ്റു. ഫൈൻ, വെരി ഗുഡ്. അപ്പം നിങ്ങൾ റെഡിയാണ്. നിങ്ങൾ നല്ല അടിപൊളി പിള്ളേരായിരുന്നു. മിസ് ഇത്രയും നേരം ഇവിടെ നിന്ന് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ്, വെരി ഗുഡ്. യാ എല്ലാവരുടെയും വരുന്നുണ്ട്. ജിനി, ദെൻ ജോബി, ഷാബിന എന്നു തോന്നുന്നു. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല കേട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കേ. യെസ്, അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സ് ബ്ലൂ ഹാർട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? ഫുൾ നീലമയമാണ്. ഓക്കെ, എപ്പോഴും റെഡ് ഹാർട്ട് അല്ലേ, ഒരു ചേഞ്ചിന് ബ്ലൂ പിടിച്ചതാ. ഓക്കെ, യാ മിലയ, ഫൈൻ. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നിങ്ങൾ റെഡിയാണെന്ന് മിസ് മനസ്സിലാക്കിയിരിക്കുന്നു. യാ ഫൈൻ. അപ്പം മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആസിഡ് വിത്തൗട്ട് ഹൈഡ്രജൻ. നമുക്ക് തന്നിരിക്കുന്നവയിൽ ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡ് ഏതാണെന്നാണ്. ഓക്കെ, ദ ഓപ്ഷൻസ് ആർ അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ഇവയിൽ ആർക്കാണ് എന്തില്ലാതെന്ന് വെച്ചിരിക്കുന്നത്? ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡാണ്. ഓക്കെ, വിത്തൗട്ട് ഹൈഡ്രജൻ, ആസിഡ് വിത്തൗട്ട് ഹൈഡ്രജൻ ആരാണ്? യാ ആർച്ചകുട്ടി, ഫൈൻ. ഓപ്ഷൻ ഡി. സംശയമുണ്ടോ? അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എയോ? എ അല്ല, ഡി ആണ്. നോക്കിക്കേ, നമ്മുടെ ഫസ്റ്റ് വൺ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? CH3COOH. ഇതാണ് അസറ്റിക് ആസിഡ്. ദേ ഇരിക്കുന്നു ഹൈഡ്രജൻ, ദേ ഇരിക്കുന്നു ഹൈഡ്രജൻ. ഇനി സൾഫ്യൂരിക് ആസിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ H2SO4. ഇതാണ് സൾഫ്യൂരിക് ആസിഡ്. ദേ കിടക്കുന്നു നമ്മുടെ ഹൈഡ്രജൻ. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HCl. ഇവിടെയുമുണ്ട് നമുക്ക് ഹൈഡ്രജൻ. ഇവർക്ക് എല്ലാവർക്കും ഹൈഡ്രജൻ ഉണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. ഓക്കെ, അപ്പോൾ ഒത്തിരി കുട്ടികൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീന, അബിൻ, ജോബി, യാ ഫൈൻ. എല്ലാവരും ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്കറിയാലോ ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആരാ? H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നവരാണ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആസിഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഉറപ്പായിട്ട് ഹൈഡ്രജൻ ഉണ്ടെന്നേ. പിന്നെ അവിടെ ഒത്തിരി തപ്പാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. യെസ്, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് എ മെറ്റൽ? നോക്കിക്കേ, ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്യാസ് ഏതാണെന്നല്ല ക്വസ്റ്റ്യൻ. ആ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ്. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ പ്രത്യേകത, ഈ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. ഈ ഗ്യാസ് ഏതാ മക്കളെ? ഈ ഗ്യാസ് ഏതാ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ആൻസർ പറഞ്ഞു. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഫ്ലെയിമബിൾ ആണ്. കറക്റ്റ് ആണ് അല്ലേ? തീ അണയ്ക്കുന്നു, കത്തുന്നത്, സാന്ദ്രത കൂടിയത്, കത്താൻ സഹായിക്കുന്നത്. ഫ്ലെയിമബിൾ. ഓപ്ഷൻ ബി ഫ്ലെയിമബിൾ കറക്റ്റ് ആണ്. ആ ഗ്യാസ് ഏതാണ്? ഒരു ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പേരെന്താ? ഓക്സിജൻ ആണോ? ഇതിന് നൈട്രജൻ ആണോ? ഏതാണ്? വെരി ഗുഡ് ആർച്ചക്കുട്ടി. ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ. അമലു മിസ് ആരാണ് വിളിച്ചിട്ടുണ്ട്? ഫൈൻ. അനന്ത് സാറാണെന്ന് തോന്നുന്നു. സോ ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എടാ മോനെ ആസിഡിനകത്ത് ഹൈഡ്രജൻ അയോൺ അല്ലേ ഉള്ളേ. അപ്പം ആസിഡും മെറ്റലും റിയാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആ ഗ്യാസ് ഏതായിരിക്കും? നമ്മുടെ ഹൈഡ്രജൻ ആയിരിക്കും അല്ലേ? എല്ലാവരും ആരും തെറ്റിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാവരും കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്. യെസ്, അപ്പം നമുക്കറിയാം ഹൈഡ്രജൻ ഗ്യാസ് ഹൈലി ഫ്ലെയിമബിൾ ആണ് കേട്ടോ. ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസ് ആണ്. വെരി ഗുഡ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is used to identify both acids and bases simultaneously? നോക്കിക്കേ,
ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് എന്ത്? ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കറിയാം, ആകെ കെമിസ്ട്രിയിലെ 2 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കെമിസ്ട്രിയുടെ വെയിറ്റേജ് കുറച്ച് കുറവാണെന്ന് വെൻ കമ്പയറിങ് ഇറ്റ് വിത്ത് ഫിസിക്സ് ആൻഡ് ബയോളജി. ഓക്കെ, യെസ്. സോ നമ്മുടെ ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ നിന്നാണ് ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടത് കേട്ടോ. യാ ഫൈൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു ആസിഡിനെയും ബേസിനെയും ഒരേപോലെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ബി ആണോ? ബി അല്ലല്ലോ, തെറ്റിപ്പോയില്ലേ? ഇനി നേരത്തെ ആൻസർ ആണോ നിങ്ങൾ ബി എന്ന് പറഞ്ഞത്? ബി അല്ല കുട്ടന്മാരെ, ബി അല്ല. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് ഭയങ്കര ഈസിയാണ്. ഓപ്ഷൻസ് നോക്കുക. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, വാട്ടർ, കെറോസിൻ, നൺ ഓഫ് ദി എബോവ്. സാർവിക സൂചകം, ജലം, മണ്ണെണ്ണ ഇവയൊന്നുമല്ല. ഏതാ? യെസ്, ഇപ്പൊ പടപടാന്ന് ആൻസർ വന്നു. ആരാദ്യം പറഞ്ഞേ? ആരായിരുന്നു? കുട്ടിയുടെ പേരായിരുന്നല്ലോ. എന്ത് ചെയ്ത് കയറിപ്പോയി അങ്ങ്. ശരി, ഞാൻ നോട്ട് ചെയ്തായിരുന്നു ആ പേര്. ഓക്കെ ഫൈൻ, കയറിപ്പോയി, കിട്ടുന്നില്ല. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, സാർവിക സൂചകം അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാ? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻഡിക്കേറ്റർ. സൂചകങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. കറക്റ്റ് ആണ്. പടപെടാന്ന് ആൻസർ വരുന്നുണ്ട്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, വെരി ഗുഡ്. Then the next question, find out the correct statement from the following. നിങ്ങളുണ്ടല്ലോ എക്സാമിന് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എന്താണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. അപ്പം നമുക്ക് ഒരിക്കലും തെറ്റിപ്പോയില്ല. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ കയ്യിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാ. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആകാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാവേ. ഫസ്റ്റ് വൺ, ബേസസ് ആർ ഓക്സൈഡ്സ് ഓർ ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളുടെ ഓക്സൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണ് ബേസുകൾ. ശരിയാണോ? മെറ്റാലിക് ഓക്സൈഡ് നമ്മൾ ആ മാഗ്നീഷ്യം റിബണിൻ്റെ ഒക്കെ എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതല്ലേ. മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ എങ്ങനെയാ? യെസ്, മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ ബേസിക് ആണ് അല്ലേ. മെറ്റാലിക് ഓക്സൈഡ്സ് എല്ലാം തന്നെ ബേസിക് ആണ് അല്ലേ. മെറ്റാലിക് ഓക്സൈഡ്സ് എല്ലാം തന്നെ ബേസിക്കാ. സോ ബേസസ് ആർ ഓക്സൈഡ്സ് ഓർ ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽസ്, അത് ശരിയാണ് അല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാ. നോട്ട് ഓൾ ആൽക്കലീസ് ആർ ബേസസ്, അതോ അതിൻ്റെ ആൻസർ എന്താ? നിങ്ങൾ അതിൻ്റെ ആൻസർ പറഞ്ഞു. കറക്റ്റാണ്, ഓപ്ഷൻ സി തന്നെയാണ്. നമുക്ക് എന്നാലും 1 by 1 ആയിട്ട് നോക്കാം. കിട്ടിയിട്ടില്ലാത്തവർക്ക് കിട്ടിക്കോട്ടെ. ഓക്കെ, നോട്ട് ഓൾ ആൽക്കലീസ് ആർ ബേസസ്. എല്ലാ ആൽക്കലികളും ബേസുകളാണോ? എല്ലാ ആൽക്കലീസും ബേസുകളാണ്. ഓൾ ആൽക്കലീസ് ആർ ബേസസ്. പക്ഷെ എല്ലാ ബേസുകളും ആൽക്കലീസ് അല്ല. ഓക്കെ, വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ബേസുകളെയാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുക കേട്ടോ. അപ്പം എല്ലാ ആൽക്കലികളും ബേസുകൾ തന്നെയാണ്. പക്ഷെ ഇവർ പറയുന്നത് എന്താ? നോട്ട് ഓൾ ആൽക്കലീസ് ആർ ബേസസ് എന്നാ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? മക്കളെ, നിങ്ങളുടെ ആൻസർ മിസ് കാണുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. Then pH value of the bases should be above 7. അത് ശരിയാ അല്ലേ. pH വാല്യൂ, ബേസുകളുടെ വാല്യൂ, pH സ്കെയിൽ നമുക്കറിയാം. pH 7 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ന്യൂട്രൽ ആണെന്നാണ്. 7ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അസിഡിക് ആയിരിക്കും. 7ൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ബേസിക്കും ആയിരിക്കും. ഓക്കെ, അപ്പം ബേസുകളുടെ എല്ലാം pH വാല്യൂ എബവ് 7 ആണ് കറക്റ്റ്. ബേസസ് ഹാവ് ഡിസ്ട്രക്റ്റീവ് നേച്ചർ. നമുക്കറിയാം അത് ബേസുകളിന് മാത്രമല്ല, ബേസുകളായിക്കോട്ടെ ആസിഡുകളായിക്കോട്ടെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും അല്ലേ. അപ്പം അതും കറക്റ്റാണ്. സോ എ, സി ആൻഡ് ഡി, എ, സി, ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എയും സിയും ഡിയും കറക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. മക്കളെ, നിങ്ങൾ എല്ലാവരും റൈറ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിസ് കാണുന്നുണ്ട്. Then the next question, which method of purification can be adopted to separate fresh water from sea water? Hurt not the environment എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ഈ എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടറി പ്ലാനറ്റ് ആണ് അല്ലേ. വാട്ടറി പ്ലാനറ്റാണ്. അതിൽ 2/3 എന്താ? ഓഷ്യൻസ് തന്നെയാണ്. പക്ഷേ ഈ സീ വാട്ടർ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റന്റ് നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് പ്യുവർ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് പ്യുവർ വാട്ടറാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്
ആ ഒരു പ്രോസസ്സിൻ്റെ പേരെന്താന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ഒരു പ്രോസസ്സിൻ്റെ പേര്? നിങ്ങൾ തന്നെ പറഞ്ഞു. എന്താണ്? സിഫ്റ്റിംഗ് ആണോ, ഡിസ്റ്റിലേഷൻ ആണോ, ക്ലോറിനേഷൻ ആണോ, സെഡിമെൻറ്റേഷൻ ആണോ? സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കാവുന്ന ശുദ്ധീകരണ മാർഗം ഏത്? അരിച്ചെടുക്കുന്നതാണോ, ഡിസ്റ്റിലേഷൻ ആണോ, ക്ലോറിനേഷൻ ആണോ, അടിക്കലാണോ? ഏതാണ്? ശ്രദ്ധിച്ചു നോക്കണേ. ക്ലോറിനേഷൻ ആണോ? ആരോ കുറേ മിസ് എന്ന് പറയുന്നുണ്ടല്ലോ. ആരാത്? മഞ്ജു അല്ലേ? ഹലോ മഞ്ജു. ഡിസ്റ്റിലേഷൻ ആണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാ. ക്ലോറിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇംപ്യൂരിറ്റീസ് അല്ലെ, കണ്ടാമിനൻസ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ്, ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പ്യൂരിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ക്ലോറിനേഷൻ എന്ന് പറയാം. പക്ഷേ ഡിസ്റ്റിലേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്നും ഉപ്പും വെള്ളവും വേർതിരിക്കുന്നത്. ഓക്കെ, അത് ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. മാറിപ്പോവല്ലേ, തെറ്റിപ്പോവല്ലേ, വെറുതെ നമ്മുടെ മാർക്ക് കളയരുത് കേട്ടോ. ഡിസ്റ്റിലേഷൻ ആണ്. ഓപ്ഷൻ സി ഡിസ്റ്റിലേഷൻ ആണ് കറക്റ്റ് കേട്ടോ. Then which of the following is group of organic acid? താഴെ പറയുന്നവയിൽ ഏതാണ് ഓർഗാനിക് ആസിഡുകളുടെ ഗ്രൂപ്പ്? നമുക്കറിയാമല്ലേ, ആസിഡുകളെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആസിഡ്സിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം? യെസ്, ഓർഗാനിക് ആസിഡ്സും ഉണ്ട്, മിനറൽ ആസിഡ്സും ഉണ്ട്. ഓക്കെ മിസ്, ഒത്തിരി ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കുന്നില്ല, നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ആസിഡുകൾ 2 ടൈപ്സ് ഉണ്ട് അല്ലേ, ഓർഗാനിക് ആസിഡ്സും മിനറൽ ആസിഡ്സും. അതുകൊണ്ട് നമുക്കറിയാം ഓർഗാനിക് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഓർഗാനിക് ആസിഡ്. അപ്പം ഇതിനകത്ത് ഏതാണ് അങ്ങനെയുള്ള ഓർഗാനിക് ആസിഡുകളുടെ ഗ്രൂപ്പ്? വെരി ഗുഡ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. വെരി ഗുഡ്. സി അല്ല കേട്ടോ, ആരോ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി അല്ല, ബി ആണ്. ആദിജ കുട്ടി ഹലോ. സോ ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം ഉറുമ്പ് കടിക്കുമ്പോൾ ഫോമിക് ആസിഡ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് വരിക. അസറ്റിക് ആസിഡ് നമുക്കറിയാം വിനേഗർ, ഓക്സാലിക്കും നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല ക്ലിയർ കട്ടായിട്ടൊരു ടേബിളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഈ ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് ഇതെല്ലാം ഓർഗാനിക് ആസിഡ്സാണ്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇതൊക്കെയാണെങ്കിൽ മിനറൽ ആസിഡ്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നത് മിസ്സിന് ഒരു ആശ്വാസമായി, ഒരു കോൺഫിഡൻസ് ആയി. എന്താണ്, നിങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് ഒരു മാർക്ക് പോലും കളയത്തില്ല അല്ലേ. ബോണീനെ മിസ് കുറേ തവണ വിളിച്ചിട്ടുണ്ട്. ഈ മഞ്ജു എന്ന് പറയുന്നത് ബോണിയാണല്ലേ. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ഐ ഡി കാണുമ്പോൾ മഞ്ജു എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അറിയാതെ വിളിച്ചു പോകുന്നടാ കുട്ടാ, ക്ഷമി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Distillation is a method of separating the components from mixtures. What should be the characteristics of the components of mixtures so that the method can be made use of? മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേദനം. അതായത് മിക്സ്ചറുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത്. ഈ മാർഗം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? അതായത് എങ്ങനെയുള്ള മിക്സ്ചറുകളെയാണ് നമുക്ക് ശബരിനാഥ്, ഹലോ ശബരിനാഥ്, എങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞു. എങ്ങനെയുള്ളതാ? അതായത് നമുക്കിവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ചിലത് ഒന്നിൽ കൂടുതൽ ശരിയായിട്ടുള്ളതുണ്ട്. ബി ആണോ? ഒന്നും കൂടെ നോക്കിക്കേ. ബി ആണോ റൈറ്റ് ആൻസർ? ബി ആണോ? ആദ്യത്തെ നോക്കിക്കേ. ബോത്ത് ദ കമ്പോണൻസ് ആർ ലിക്വിഡ് ബട്ട് ദേ ആർ മിസിബിൾ. അത് കറക്റ്റാണ്. 2 കമ്പോണൻറ്റുകൾ മിസിബിൾ എന്ന് പറഞ്ഞാൽ തമ്മിൽ ലയിച്ച് ചേരുക. ഓക്കെ, തമ്മിൽ ലയിച്ച് ചേരുന്നവരാണ് മിസിബിൾ എന്ന് പറയുക. തമ്മിൽ ലയിച്ച് ചേരുന്നവരും 2 ലിക്വിഡുകളാണെങ്കിലും നമുക്ക് പറ്റും, ഡിസ്റ്റിലേഷൻ വഴി പറ്റും. പിന്നെ 1 കമ്പോണൻറ്റ് ഷുഡ് ബി സോളിഡ് ആൻഡ് അതർ എ ലിക്വിഡ് ഇൻ വിച്ച് ദ സോളിഡ് ഡിസോൾവ്സ്. ഇതും പറ്റും. എയും ബിയും പറ്റും. മിലയ കുട്ടി കറക്റ്റായിട്ട് പറഞ്ഞു. ഡി, ഓപ്ഷൻ ഡി ആണ്. അതിന് മുന്നേ വേറെ ആരും പറഞ്ഞു അല്ലെ, ശബരിനാഥും പറഞ്ഞു ഡി ആണെന്ന്. ഡി ആണ് റൈറ്റ് ആൻസർ. ഈ എയും ബിയും അതിന് കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ കേട്ടോ. എയിലും ബിയിലും ആ 2 ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റുവേ. ഓക്കെ ഫൈൻ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദ കെമിക്കൽ നെയിം ഓഫ് ബ്ലീച്ചിങ് പൗഡർ. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണോ, സോഡിയം ബൈകാർബണേറ്റ് ആണോ, കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണോ? ഏതാണ് അതിൻ്റെ ആൻസർ? ഏതാണ് അതിൻ്റെ ആൻസർ? നിങ്ങൾ തന്നെ പറഞ്ഞു. ബ്ലീച്ചിങ് പൗഡറിൻ്റെ CaOCl2 എന്നാണ് അതിൻ്റെ ഫോർമുല കേട്ടോ. CaOCl2. ഓക്കെ, ഇതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോർമുല. അപ്പം ഇതിൽ ഏതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം? ഏതാണ് കെമിക്കൽ നെയിം? നിങ്ങൾ തന്നെ പറഞ്ഞു. തെറ്റ് വരുന്നുണ്ടല്ലോ. ബ്ലീച്ചിങ് പൗഡർ ആണേ, ബ്ലീച്ചിങ് പൗഡർ. എടാ മക്കളെ, ബ്ലീച്ചിങ് പൗഡർ ആടാ. എ ആണോ? എ ശരിയാണോ? എ ശരിയല്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ ബ്ലീച്ചിങ് പൗഡർ? ആ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി, കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ്. കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ്, ഇത് കാൽഷ്യം ഓക്സി ക്ലോറേറ്റ് എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. അത്രയും പഠിക്കണമെന്നില്ല. കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ്, ഇതാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റിപ്പോവരുതേ. പഠിച്ചിട്ടില്ലാത്തവർ ഇപ്പം തന്നെ പഠിച്ചു വെക്കൂ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്. ഇത് പല തവണ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി a few drops of phenolphthalein were added to dilute caustic soda solution. ഓക്കെ, നമ്മുടെ കയ്യിൽ കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ഉണ്ട്. കോസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോർത്ത് അത് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ബേസ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ബേസ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ, അതിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്തേ? ഫിനോഫ്തലിനെ ആഡ് ചെയ്തു. നമുക്കറിയാം ബേസിലേക്ക് ഫിനോഫ്തലിനെ ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും ഒരു പിങ്ക് കളർ ഫോം ചെയ്യും. ഉറപ്പായിട്ടും പിങ്ക് കളർ ഫോം ചെയ്യും അല്ലേ? Then what will be the change in this when a straw is lowered and blown strongly? അപ്പം ഈ സൊല്യൂഷനകത്തേക്ക് നമ്മളൊരു സ്ട്രോ ഇറക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ഊതുക. ഓക്കെ, ഇങ്ങനെ ഊതുവാണ്. അങ്ങനെ ഊതുമ്പോൾ ആ പിങ്ക് കളറിലെ സൊല്യൂഷന് എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അതൊരു അടിപൊളി ക്വസ്റ്റ്യനാണ്. സാം, ഹലോ സാം കുട്ടാ. സാം എന്നല്ലേ പേര്? ഓക്കെ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ചിന്തിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എത്ര പേര് റൈറ്റ് ആക്കും ഞാനൊന്ന് നോക്കട്ടെ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ റൈറ്റ് ആൻസർ? ഇറ്റ് ലോസസ് ഇറ്റ് പിങ്ക് കളർ ആൻഡ് ബിക്കംസ് കളർലെസ്. കളർലെസ് സൊല്യൂഷൻ ടേൺസ് പിങ്ക്. ഓറഞ്ച് കളർ ചേഞ്ചസ് ടു യെല്ലോ കളർ. യെല്ലോ കളർ ചേഞ്ചസ് ടു റെഡ് കളർ. ഇതിൻ്റെ ഒരു പകുതിയോളം ആൻസർ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി. ബി ആണോ? ബി ആണോ? ബി അല്ല, ബി ഒരിക്കലും വരത്തില്ല. അതെങ്ങനെയാ ബി വരുന്നേ? ഞാനിപ്പോൾ ഓൾറെഡി ലോസസ് ഇറ്റ്സ് പിങ്ക് കളർ. യാ, വെരി ഗുഡ്. ഫസ്റ്റ് വണ്ണ് നമ്മുടെ കയ്യിൽ ആ പിങ്ക് ബേസിലേക്ക് ഫിനോഫ്തലിൻ ഒഴിച്ചപ്പോൾ തന്നെ പിങ്ക് കളർ വന്നില്ലേടാ. പിങ്ക് ഓൾറെഡി വന്നില്ലേ? അപ്പോൾ എന്തായാലും ആ പിങ്ക് കളറിന് എന്തെങ്കിലും മാറ്റം വരത്തുള്ളൂ. അപ്പം ഈ രണ്ട് ഓപ്ഷനും അവിടെ വരത്തില്ല, ഈ ഓപ്ഷനും വരത്തില്ല. പിങ്ക് കളറിന് എന്തെങ്കിലും മാറ്റം വരത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആ സൊല്യൂഷനിലേക്ക് നമ്മളിങ്ങനെ ഊതുമ്പം നമ്മൾ എക്സൈൽ ചെയ്യുമല്ലേ? എക്സൈൽ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്തേക്ക് പോകും. ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് അവിടെ ഫോം ചെയ്യും. ഒരു ആസിഡ് അവിടെ ഉണ്ടാകുക. ആസിഡ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ബേസിനെ പതിയെ ന്യൂട്രൽ ആക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഒരു വീക്ക് അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആക്കാൻ തുടങ്ങും. നമുക്കറിയാം ഫിനോഫ്തലിൻ ന്യൂട്രൽ അല്ലെങ്കിൽ അസിഡിക് സൊല്യൂഷനകത്ത് പിങ്ക് കളർ കാണിക്കത്തില്ല. ഓക്കെ, യാ, അപ്പം ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇറ്റ് ലോസസ് ഇറ്റ്സ് പിങ്ക് കളർ ആൻഡ് ബിക്കംസ് കളർലെസ്. ഓക്കെ, പിങ്ക് നിറം നഷ്ടമായിട്ട് കളർലെസ് ആകും. ഇനി ആസിഡ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓക്സിജൻ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യനാ, പക്ഷെ ഇവിടെ ഹൈഡ്രജൻ അല്ല, ഓക്സിജനാ. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇതാരാണ് ഇടയ്ക്ക് ഒരു പിങ്ക് ഹാർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്? ഷാബിന. ഓക്കെ, ഹലോ നേഹ. ഹായ് നേഹ. ആ സോങ് പാടാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു സോങ് പാടാം പോരെ? അതുവരെ നിങ്ങൾ ഇരിക്കണം. യാ, ഫൈൻ. അപ്പം ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ഏതാ? നിങ്ങൾ തന്നെ പറഞ്ഞു. ഏതാണ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡ്? ഗുഡ് ടീച്ചർന്നോ? യാ, ഐ എം ഗുഡ്, ഐ നോ. യാ, വെരി ഗുഡ്. ഓപ്ഷൻ എ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? HCl. HClനകത്ത് ഓക്സിജൻ ഒന്നുമില്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ ആസിഡ് റിയാക്ട്. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആസിഡ്സ് റിയാക്ട് വിത്ത് certain substances to produce inflammable gas and a fire extinguishing gas. Which is the right pair considering these features? ആസിഡുകൾ ചില പദാർത്ഥങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ കത്തുന്ന വാതകവും തീ കെടുത്തുന്ന വാതകവും ഉണ്ടാക്കുന്നു.
ഈ സവിശേഷതകൾ പരിഗണിക്കുമ്പോൾ ശരിയായ ജോഡി ഏതാണ്? നമുക്കറിയാം ആസിഡുകൾ ചിലരിൽ ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഓക്കെ, ഇനി ഈ ആസിഡുകളെ തന്നെ വേറെ ചിലരിൽ ഇട്ട് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഉണ്ടാകും. അതാരൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ കണ്ടതാണല്ലേ ഹൈഡ്രജൻ ഗ്യാസ്. ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കിന് എന്താ ഉണ്ടാകുക? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലെയിമബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇൻഫ്ലെയിമബിൾ ഗ്യാസ് ആസിഡ് പ്ലസ് സിങ്ക് ഇത് കറക്റ്റാണ്. ഇത് വേണേൽ കറക്റ്റ് ആകാം. അതുപോലെ ഇൻഫ്ലെയിമബിൾ ഗ്യാസ് ആസിഡ് ഇത് രണ്ടും കറക്റ്റ് ആകാം. എയും സിയും കറക്റ്റ് ആകാം. പക്ഷെ കഴിഞ്ഞില്ല, ഇൻഫ്ലെയിമബിൾ ഗ്യാസ് ഉണ്ട്. ഇനി അതിൻ്റെ ഒപ്പം ഫയർ എക്സ്റ്റിങ്വിഷിംഗ് ഗ്യാസും കണ്ടുപിടിക്കണം. കെടുത്താൻ സഹായിക്കുന്ന വാതകം അതേതായിരിക്കും? തീ കെടുത്താൻ സഹായിക്കുന്നത് എ അല്ല. എ ആണെന്ന് പറയാറായിട്ടില്ല കേട്ടോ. എ ആണെന്ന് പറയാറായിട്ടില്ല. തീ കെടുത്താൻ സഹായിക്കുന്ന ആരാ? യെസ്, ഓഫ് കോഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകണമെങ്കിൽ ആസിഡിലേക്ക് നമ്മൾ കാൽഷ്യത്തിനെയാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പെയർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇങ്ങനത്തെയൊക്കെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണേ കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ചോദിക്കുന്ന പോലെ ചോദിക്കും, നിങ്ങൾ ഓർക്കരുത് കേട്ടോ. മക്കളെ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ്. അതിൽ പല ആൻസേഴ്സ് വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇത്രയും ഓർക്കുക, ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഓക്കെ, അത് ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്. ഇനി ആസിഡും ഈ കാൽഷ്യം പോലുള്ള സബ്സ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അത് ഫയർ എക്സ്റ്റിങ്വിഷിംഗ് ഗ്യാസ് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗുഡ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the color obtained when phenolphthalein is added to a liquid which turn red litmus paper blue. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്ന ആരാ? ബേസാ അല്ലേ? നമ്മൾ ഈ കോഡ് പഠിച്ചതല്ലേ, RBB കോഡ് പഠിച്ചതല്ലേ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ഏതാണ്? ബേസുകളാ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ ബേസ് ആണെന്ന് കിട്ടിയല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ദ കളർ ഒബ്റ്റെയിൻഡ് വെൻ ഫിനോഫ്തലിൻ ഈസ് ആഡഡ്. അപ്പം ബേസിലേക്ക് ഫിനോഫ്തലിൻ ഇട്ടാൽ ഏതായിരിക്കും കിട്ടുക? അത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. പിങ്ക് ആണ് അതിൻ്റെ ആൻസർ. സൂം ചെയ്യാനോ? കൊച്ചിങ്ങനെ സൂം ചെയ്താൽ മതി. ഞാൻ സൂം ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, പിങ്ക് ആണ് അതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ നോക്കിക്കോ. സബ്സ്റ്റൻസ് എന്താന്ന് തന്നിട്ടില്ല കേട്ടോ. ഈ സബ്സ്റ്റൻസ് ആസിഡിൽ ഒരു കളർ ചേഞ്ചും കാണിക്കത്തില്ല. ബേസിലാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ കാണിക്കും. ആ സബ്സ്റ്റൻസ് ഏതാണ്? മീഥൈൽ ഓറഞ്ച് ആണോ, ടർമറിക് ആണോ, ലൈംസ്റ്റോൺ ആണോ, ഫിനോഫ്തലിൻ ആണോ? ഓക്കെ, ഈ സബ്സ്റ്റൻസ് ആസിഡിൽ ഒരു കളറും കാണിക്കത്തില്ല, ബേസിലാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഏതാണ്? ആരാണ് ഇതിൽ അങ്ങനെ കാണിക്കുന്നത്? ആരായിരിക്കും? സർ എവിടെ ആൻസർ പറഞ്ഞു? പെട്ടെന്ന് പറഞ്ഞു. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് തീരാറായി. പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഫിനോഫ്തലിൻ്റെ കേസൊക്കെ നമുക്കറിയാം, നമ്മൾ കുറച്ച് നേരമായിട്ട് കാണുന്നുണ്ട്. ലൈംസ്റ്റോൺ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് അങ്ങനെ പഠിച്ചിട്ട് പോലുമില്ല. മീഥൈൽ ഓറഞ്ചും പഠിച്ചിട്ടുണ്ട്, ടെർമറിക്കും പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മീഥൈൽ ഓറഞ്ച് ആണോ? ഒന്നും കൂടെ ശ്രദ്ധിക്കണേ. ആസിഡിൽ ഒരു കളർ ചേഞ്ചും തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീഥൈൽ ഓറഞ്ച് കളർ ചേഞ്ച് തരത്തില്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇതാണ് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസേ കെമിസ്ട്രിയിലും ചോദിക്കത്തുള്ളൂ. പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ട്രിക്കിയാ. നിറ്റി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടെർമറിക്, മഞ്ഞൾ അല്ലേ? മഞ്ഞൾ ആസിഡിലിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കാണിക്കത്തില്ല, മഞ്ഞ കളർ തന്നെയായിരിക്കും. പക്ഷേ ബേസിലിട്ട് കഴിഞ്ഞാൽ ഒരു റെഡിഷ് ബ്രൗൺ കളറായിരിക്കും തരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ദെൻ വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ആസിഡുകളുടെ ചില കോമൺ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാണല്ലേ. അപ്പോൾ അതിനകത്ത് ആ പ്രോപ്പർട്ടീസ് അല്ലാത്തതെന്നാ കണ്ടോ, നോട്ട് റിലേറ്റഡ് എന്നാ. ആസിഡിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഇതിൽ ആരാണെന്നാണ്. സോർ ടേസ്റ്റ് അത് പ്രോപ്പർട്ടി ആണ്. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ബാർ നമ്മൾ പഠിച്ചതല്ലേ, കോഡ് പഠിച്ചതല്ലേ. ബ്ലൂവിനെ റെഡ് ആക്കുന്ന ആസിഡാ. അപ്പോൾ ഇത് ആസിഡിൻ്റെ പ്രോപ്പർട്ടി ആണ്. ഇനി ടേൺ മീഥൈൽ ഓറഞ്ച് ഇൻറ്റു പെയിൽ റെഡ്, ടേൺ മീഥൈൽ ഓറഞ്ച് ഇൻറ്റു യെല്ലോ. ഏതാണ് റൈറ്റ് ആൻസർ? നിങ്ങൾ തന്നെ പറഞ്ഞു. ഏതാ റൈറ്റ് ആൻസർ? വെരി ഗുഡ്, ഓപ്ഷൻ സി ആണല്ലേ. മീഥൈൽ ഓറഞ്ചിനെ യെല്ലോ ആക്കുമെന്ന് ഇവർ പറയുന്നത് അല്ല. ആസിഡ് ആണെന്നുണ്ടെങ്കിൽ മീഥൈൽ ഓറഞ്ച് പെയിൽ റെഡ് കളറായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ നെയിം ഓഫ് ദി കോമൺ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്യൂരിഫൈ വാട്ടർ. ഓക്കെ,
അതായത് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ വേറെ രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ്? കാൽഷ്യം കാർബൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? മീൻസ് ഹൗ ക്വസ്റ്റ്യൻസ് എന്നോ ഹൗ മെനി എന്നാണോ? കുറച്ചും കൂടെ ഉള്ളൂ, രണ്ട് ക്വസ്റ്റ്യൻ അത്രയും കണ്ടേ കൂടെ ഉള്ളൂ. 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, അതുകൂടെ തീരും. ഓക്കെ, ഏതാണ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? യാ, വെരി ഗുഡ്, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഗുഡ്. ദെൻ ആൻറ്റാസിഡ് യൂസ് ടു ട്രീറ്റ് സ്റ്റൊമക് അസിഡിറ്റി ആർ യൂഷ്വലി, അല്ലേ? നമുക്ക് അസിഡിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കിനും വയറൊക്കെ ഇങ്ങനെ എരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും, അല്ലേ? അസിഡിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കിനും നമ്മൾ ആൻറ്റാസിഡ്സ് കുടിക്കാറുണ്ട്, അല്ലേ? ആ ആൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സബ്സ്റ്റൻസ്? വീക്ക് ആസിഡ് ആണോ, വീക്ക് ബേസ് ആണോ, സ്ട്രോങ് ആസിഡ് ആണോ, ന്യൂട്രൽ സോൾട്ട് ആണോ? എന്താണെങ്കിലും സ്ട്രോങ് ആയിരിക്കത്തില്ല, അല്ലേ? സ്ട്രോങ് കുടിച്ചു കഴിഞ്ഞാൽ വയറ് കത്തിപ്പോവും, വയറെന്നല്ല കുടിക്കുന്ന ഭാഗങ്ങൾ മൊത്തം കത്തിപ്പോവും. അപ്പോൾ എന്താണെങ്കിലും സ്ട്രോങ് ആയിരിക്കത്തില്ല. ഇനി ഞാൻ പറഞ്ഞു അസിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ കുടിക്കുന്നതാണ്, അപ്പോൾ ഒരിക്കലും ആസിഡ് കുടിക്കത്തില്ല, അല്ലേ? അപ്പോൾ വീക്ക് ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും ആസിഡ് വരില്ല. ഇനിയുള്ള സംശയം ന്യൂട്രൽ ആണോ വീക്ക് ബേസ് ആണോ എന്നാ. ഏതാ? യാ, വെരി ഗുഡ്, ഓപ്ഷൻ ബി, അല്ലേ? വീക്ക് ബേസസ് ആണ്. ആസിഡിനെ ന്യൂട്രൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബേസ് വേണം. അതുകൊണ്ട് നമ്മുടെ ആൻറ്റാസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ബേസ് തന്നെയാണ്. ഓക്കെ, ദെൻ വെൻ റെഡ് ലിറ്റ്മസ് പേപ്പർ വാസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ it did not change, but when the blue litmus, okay, ഏതോ ഒരു സൊല്യൂഷൻ ഉണ്ട്, റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്തപ്പം അവിടെ ഒരു ചേഞ്ചും ഉണ്ടായില്ല. when blue litmus was dipped in the same solution it turns red. ഓക്കെ, ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്തപ്പം റെഡായിട്ട് മാറി. നമ്മുടെ ബാർ കണ്ടോ? അപ്പോൾ അത് ആസിഡ് ആണെന്നുള്ളത് ഉറപ്പായി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദിസ്? ഇറ്റ് ഫീൽ സ്ലിപ്പറി. ഇല്ല, സ്ലിപ്പറി ബേസിൻ്റെ ആണല്ലേ. ഇറ്റ് ഹാസ് സോർ ടേസ്റ്റ്. യാ, നിങ്ങൾ അതിൻ്റെ ആൻസർ പറഞ്ഞു, ഓപ്ഷൻ ബി. ആസിഡ് ആകുമ്പോഴത്തേക്കിനും സോർ ടേസ്റ്റിൻ്റെ ആണ്, അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റിട്ടേൺ ടെർമറിക് പൗഡർ റെഡ്, അതല്ല. ഇറ്റ് ഈസ് എ ബേസിക് സൊല്യൂഷൻ അല്ല. നമ്മൾ ബ്ലൂ ലിറ്റ്മസ് റെഡാക്കി മാറ്റുന്നത് ആസിഡാണ്. അപ്പം ആസിഡിൻ്റെയും ബേസിൻ്റെയും കുറേ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചേക്കണേ. ഓക്കെ, യെസ്. ദെൻ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്കായിട്ട് മിസ് ഒരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഇപ്പോൾ പറയേണ്ട. നമ്മുടെ ഈ ലൈവ് എല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. ഓക്കെ, ഇപ്പം ഇതിൽ നിങ്ങൾ പറയണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണേ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അല്ല ഈ വർഷം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇതാണേ, വെൻ ക്ലിയർ ലൈം വാസ് ആഡ് ടു പതിമുഖം വാട്ടർ ഇറ്റ് ടേൺഡ് യെല്ലോ. പതിമുഖ വെള്ളത്തിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ചേർത്തപ്പോൾ മഞ്ഞ നിറമായി. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ, ദ കളർ ഓഫ് ദി പതിമുഖം വാട്ടർ ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ ബേസ്. പതിമുഖം ബേസിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇതിലെ 2 പ്രസ്താവനകൾ ശരിയാകാം. ഓക്കെ, പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നുണ്ട് സാം. ഓക്കെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോളാം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമിന് ധൈര്യമായിട്ട് വെക്കും. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് നോക്കിക്കോ, ചിലപ്പോൾ 2 പ്രസ്താവനകൾ ശരിയായിരിക്കാം, ചിലപ്പോൾ ഒരെണ്ണം ശരി ഒരെണ്ണം തെറ്റായിരിക്കാം, ചിലപ്പോൾ 2ഉം തെറ്റുമായിരിക്കാം. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ ഹോംവർക്കായിട്ട്, ഹോംവർക്ക് മീൻസ് ഈ ലൈവ് എല്ലാം കഴിഞ്ഞ്, ഓക്കെ, ലൈവ് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അയ്യോ, പാട്ട് നിർബന്ധമാണോ? ലൈവ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിലായോ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 3 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നോ? നിങ്ങൾ ചിലപ്പം തുടക്കത്തിലൊന്നും കയറാൻ പറ്റി കാണത്തില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയി കാണുമായിരിക്കും. സോ മിസ്സായി പോയവരൊക്കെ ലൈവ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കാണാമല്ലോ. ഓക്കെ, അതിൻ്റെ ആൻസർ ഇവിടെ പറയല്ലേ, ഇവിടെ പറയരുത്. പാട്ട് പാടാം പാടാം, ലാസ്റ്റ് പാടുണ്ടായിരുന്നു എന്ന് പറയരുത്. ഓക്കെ, സോ ഇവിടെയല്ല അതിൻ്റെ ആൻസർ പറയേണ്ടത്. ഇവിടെ പറഞ്ഞ ആൻസർ തെറ്റാട്ടോ. ഇവിടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ ആൻസർ എന്താണെങ്കിലും തെറ്റാണ്. അപ്പോൾ എന്താണ് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പാട്ട് പാടാം. ഈശ്വര, ന്യൂജൻ പാട്ടൊന്നും അല്ല കേട്ടോ. സുഖമാണീ നിലാവ്, എന്ത് സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ, പൂഞ്ചിരിയിൽ
ചിറകിൽ പറന്നുയരാൻ കുളിരലയിൽ നനഞ്ഞലിയാൻ അഴകേ. ഓക്കെ, സോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ എല്ലാവരും ഞാൻ പാട്ടൊക്കെ പാടിത്തന്നതല്ല, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. അപ്പം നിങ്ങളെല്ലാവരും എന്താണെങ്കിലും എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കണം, നന്നായിട്ട് എക്സാം എഴുതണം, നമ്മുടെ മിസ്സുമാരുടെയൊക്കെ മാനം കാക്കണം. ഓക്കെ, അപ്പം മിസ്സ് പതിയെ വൈൻഡപ്പ് ചെയ്തോട്ടെ. എല്ലാവരും ഹോംവർക്കൊക്കെ തരുമോ, ചെയ്ത് തരുമോ? സെറ്റല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലാസ്സസ് ഒക്കെ ഓക്കെ ആണോ നിങ്ങൾക്ക്? അത്രയും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഒന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ? ഓക്കെ, താങ്ക് യു നിറ്റി. ഓക്കെ, ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഫൈൻ. അതിൻ്റെ ആൻസർ ഇവിടെയല്ല പറയേണ്ടത്, ഇത് കഴിയുമ്പോഴത്തേക്കിനാണ്. ഓക്കെ, അപ്പോൾ മിസ്സ് പതിയെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നിങ്ങൾ ക്ലാസ് കണ്ടു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.